من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വേദിയിലെ ബഹുമാന്യരായ സയ്യിദ് അബ്ദുള്ള കോയ തങ്ങൾ അവറുകളെ, ഈ യോഗത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന സമസ്ത മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ പ്രിയങ്കരനായ സിദ്ദീഖ് മുസ്ലിയാർ, യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മഹല്ലിന്റെ ഖത്തീബായ ബഹുമാനപ്പെട്ട ബാക്കവി ഉസ്താദ് അവറുകളെ, ഈ യോഗത്തിൽ, ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരെ, കാരണവന്മാരെ, രക്ഷാകർത്താക്കളെ, യുവാക്കളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടി അവൻ ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന മഖബൂലായ ഒരു മജ്ലിസായി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകളും ദീനിന്റെ അടിസ്ഥാന തത്വങ്ങളും ചർച്ച ചെയ്യുന്ന ഈ മജ്ലിസിൽ അല്ലാഹു അവന്റെ മുഖറബുകളായ റഹ്മത്തിന്റെ മലായികത്തുകളെ കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിപാടിയുടെ ഗുണം, ഇതിന്റെ ഫലം അല്ലാഹു തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ പരിപാടി സംഘടിപ്പിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് സ്വാഗത പ്രസംഗത്തിലും അതുപോലെ ഉദ്ഘാടന പ്രസംഗത്തിലും നാം ശ്രവിക്കുകയുണ്ടായി. ധാരാളം ആളുകൾ സദസ്സിൽ വന്നിരിക്കുന്നു. ആ റോട്ടിലുള്ള ശ്രോതാക്കൾ പരമാവധി ഒഴിവുള്ള കസേരകളിൽ വന്നിരിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഭംഗിയായിരിക്കുമെന്ന് ഉണർത്തുകയാണ്. നമ്മുടെ ഈ പരിപാടി ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് യൂനുസ് ഫൈസി വെട്ടുപാറ, അദ്ദേഹം നമ്മുടെ സമസ്തകൽ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ, ഇന്റർനെറ്റ് ദഅവ സംരംഭത്തിലൂടെ ലോകത്തിന്റെ നാനാ ദിക്കുകളിലേക്കും ഈ സമയം തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടി ശ്രവിക്കാനും കേൾക്കാനും കാണാനും നമ്മുടെ ഈ ചെലവൂർ മഹല്ലിലുള്ള ആളുകൾ മാത്രമല്ല സംഘടിച്ചിട്ടുള്ളത്. ഗൾഫ് കൺട്രികളിലും അതുപോലുള്ള നാടുകളിലുമുള്ള ധാരാളം ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ, ആയിരക്കണക്കിന് സഹോദരങ്ങൾ ഇന്ന് ഈ പരിപാടി ഈ ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സാന്ദർഭികമായി പറയട്ടെ, നമ്മുടെ യുവാക്കളോടൊക്കെ ഉണർത്തട്ടെ, നിങ്ങളുടെയൊക്കെ കൈകളിൽ മൊബൈൽ ഉണ്ടല്ലോ, അതല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ടല്ലോ, മിക്ക ആളുകൾക്കും ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടല്ലോ. സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് പറയുന്ന ഇസ്ലാമിക് ദഅവ ക്ലാസ് റൂമിന്റെ, ആ ക്ലാസ് റൂമിന്റെ ദഅവ പ്രവർത്തനങ്ങൾ 24 മണിക്കൂർ നമുക്ക് ശ്രവിക്കാനും പഠിക്കാനുമുള്ള സംവിധാനം നിങ്ങളുടെ ഉപകരണങ്ങളിൽ നിങ്ങൾ അത് സെറ്റപ്പ് ചെയ്യുകയും ആ സംവിധാനം ഉപയോഗപ്പെടുത്താനുള്ള സാങ്കേതികമായ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി സാന്ദർഭികമായി ഉണർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കേരളത്തിന്റെ ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ സൂചനകൾ സ്വാഗത പ്രഭാഷണത്തിലും അതുപോലെ അധ്യക്ഷ ഉദ്ഘാടന പ്രഭാഷണങ്ങളിലുമൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. കൃത്യമായ ചരിത്രബോധമുള്ളവർക്കറിയാം, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തു തന്നെ
നമ്മുടെ കേരളത്തിൽ ഇസ്ലാം എത്തി, നമ്മുടെ കേരളത്തിൽ പള്ളികൾ സ്ഥാപിതമായി, നമ്മുടെ കേരളത്തിൽ മഹല്ലുകൾ രൂപീകരിക്കപ്പെട്ടു, വളരെ വ്യക്തമായ നല്ല രൂപത്തിലുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ ഇവിടെ സജീവമായി. ഇതെല്ലാവർക്കും അറിയാം. ആ സജീവമായ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ വിള്ളലുകളില്ലാതെ നമുക്ക് ലഭ്യമായ, നമ്മുടെ മുന്നിൽ ഇപ്പൊ ദീനുൽ ഇസ്ലാം എന്ന പേരിൽ നമ്മൾ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ദീനുൽ ഇസ്ലാം ഇന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ, അതിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അഖീദയുണ്ട്, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്, അന്ത്യനാളിനെ കുറിച്ചുള്ള വിഷയങ്ങളുണ്ട്, അതുപോലെ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ഉലമാക്കൾ, മുൻകാല പണ്ഡിതന്മാർ അവര് കൃത്യമായ അവലോകനം നടത്തുകയും നിരീക്ഷണം നടത്തുകയും അതിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റേത്, ശരിയുണ്ടെങ്കിൽ ശരിയേത് എന്ന് ഹക്കിന്റെയും ബാത്തിലിന്റെയും ഇടയിൽ പൂർണ്ണമായി വേർതിരിച്ച് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തതിൽ നിന്ന് ഹക്കായ കാര്യങ്ങൾ ഇന്നതാണ് എന്ന് ബോധ്യപ്പെട്ടത് മാത്രമേ ഉലമാഇന്റെ അംഗീകാരത്തോടുകൂടി ഇവിടെ നടന്നു പോന്നിട്ടുള്ളൂ. ആ ഉലമാഇന്റെ അംഗീകാരത്തോടുകൂടി നടന്നു പോന്നിട്ടുള്ള യഥാർത്ഥ ദീനുൽ ഇസ്ലാമിനെ ഒന്ന് പൊളിച്ചെഴുതണം. അത് ആ സെറ്റപ്പ്, ആ ഒരു സംവിധാനം, മുസ്ലിമീങ്ങളുടെ ആ ഊർജം തച്ചു തകർക്കണം എന്ന് ഏതോ ദുഷ്ടന്മാരായ ശക്തികൾ ചിന്തിക്കുകയും ആ ചിന്തയുടെ പരിണിതി എന്ന നിലക്ക് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ കേരളത്തിൽ 1920കളിൽ കേരള മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ ഒരു സംഘടന വന്നു. ആ സംഘടന പ്രതിനിധാനം ചെയ്യുന്ന ആശയം, ആ സംഘടന പ്രതിനിധാനം ചെയ്ത ആശയം, ആദർശം എന്ന് പറയുന്നത് ഇസ്ലാം ദീനായിരുന്നില്ല, മറിച്ച് വഹാബിസമായിരുന്നു. വഹാബിസം 5 കൊല്ലത്തിനു ശേഷം 1904 മൗദൂദിസം വന്നത്. ഈ 2 ഇസങ്ങളും ഇസ്ലാമുമായി താരതമ്യം ചെയ്തപ്പോൾ ഇസ്ലാമിനോട് ഇടഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനങ്ങളാണ് എന്ന് കേരളത്തിലുള്ള ഉലമാക്കൾ മാത്രമല്ല, രാജ്യത്തുള്ള കാര്യബോധമുള്ള സകല ഉലമാക്കളും അത് പ്രഖ്യാപിക്കുകയും പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഉദാഹരണങ്ങൾ നമുക്ക് ധാരാളം പറയാം. ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചത് ഇത് കുറ്റം പറയാനുള്ളതല്ല. വസ്തുതകൾ ഹക്കും ബാത്തിലും വേർതിരിക്കുക എന്നുള്ളത് അമ്പിയാക്കളുടെ ശൈലിയാണ്. അത് സ്വഹാബത്തിന്റെ മാർഗമാണ്, അത് താബിഈങ്ങളുടെ മാർഗമാണ്, പൂർവ്വകാലത്തുള്ള മുസ്ലിമീങ്ങളുടെ ചരിത്രമാണത്. ഹക്കും ബാത്തിൽ ഇങ്ങനെ കൂട്ടിക്കുഴച്ചു കാണ്ടുള്ള ഏർപ്പാട് ശരിയാവില്ല. ഹക്കിന്റെയും ബാത്തിലിന്റെ അടിയിൽ കൂട്ടിക്കുഴച്ചിട്ട് ഓ മൗദൂദിയാകാ കുഴപ്പമില്ല, വഹാബിയാകാ പ്രശ്നമല്ല, തബ്ലീഗും ആകാ അതിനും പ്രശ്നമല്ല, എന്തായാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ആ ഒരു ശൈലി ഉണ്ടല്ലോ, അങ്ങനെയൊന്നുമില്ല, അത് ശരിയല്ല. അല്ലദീന യസ്തമിഊനൽ ഖൗല വയത്തബിഊന അഹ്സന ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹു വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ട് അതിൽ ശരിയായത് മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾ, അവരാണ് നേർമാർഗം പ്രാപിച്ച ആളുകൾ, അവരാണ് വിജയിച്ച ആളുകൾ എന്ന് ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ الذين يستمعون القول ويتبعون أحسنه أولئك الذين هداهم الله وأولئك هم المفلحون. ഖുർആൻ ഒരു സ്ഥലത്ത് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് 2 തക്ലീഫാണ്, 2 കൽപ്പനയാണ് അല്ലാഹു പറയുന്നത്. ഒന്ന് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം. എന്താ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം എന്ന് പറഞ്ഞാൽ? തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ, അവന്റെ റസൂലിന്റെ വിധിവിലക്കുകളെ, ഇസ്ലാമിന്റെ അഹ്കാമുകളെ, അത് അഖീദകളാവട്ടെ, ആചാരങ്ങളാവട്ടെ, അത് ആധ്യാത്മികമായ കാര്യങ്ങളാവട്ടെ, ആ കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ചെയ്യാൻ പറഞ്ഞത് ചെയ്യുകയും ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞത് ഒഴിവാക്കുകയും ചെയ്ത് ജീവിക്കുക എന്നല്ലേ തഖ്വ എന്ന് പറഞ്ഞാൽ? ഒരാൾ അങ്ങനെ തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്, പക്ഷേ അവന്റെ പാളയം, അവന്റെ സഹവാസം, അവന്റെ കൂട്ടുകാരന്മാർ, അവന്റെ എല്ലാവിധ അവന്റെ മുഴുവൻ ബന്ധങ്ങളും അത് ബാത്തിലിന്റെ ആൾക്കാരുമായിട്ടാണ്.
കെദിബിന്റെ ആളുകളുമായിട്ടാണ്, നുണയുടെ ആളുകളുമായിട്ടാണ്. എന്നാൽ പടച്ചതമ്പുരാൻ പറഞ്ഞതെന്താ? തഖ്വ മാത്രം പോരാ, പറഞ്ഞത് കേട്ട് നടന്നാ പോരാ. വകൂനൂ മഅസ്സാദിഖീൻ, സത്യസന്ധത പുലർത്തുന്ന ആളുകളോടൊപ്പം നിങ്ങൾ കഴിഞ്ഞുകൂടുകയും വേണമെന്ന് അല്ലാഹു വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നടന്നാ പോരാ, അതോടൊപ്പം തന്നെ അവന്റെ സഹവാസം, അവന്റെ മഅയ്യത്ത് വകൂനൂ മഅസ്സാദിഖീൻ, നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. സാദിഖീങ്ങളോടൊപ്പമായിരിക്കണമെന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞ കാര്യം അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ 1945 വന്നപ്പോ അതിന്റെ സ്ഥാപകൻ മൗദൂദി എന്ന് പറയുന്ന അബുൽ അഅ്ല മൗദൂദി, അദ്ദേഹത്തിന്റെ ഇസ്ലാമതം എന്ന പുസ്തകം, ആ പുസ്തകം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ആ പുസ്തകത്തിൽ ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനമായ 6 ഈമാൻ കാര്യങ്ങളിൽ 5 മാത്രം വിശദീകരിച്ചു. 5 മാത്രം വിശദീകരിച്ചു. 6ാമത്തെ ഖദറിലുള്ള വിശ്വാസം സ്വഹാബത്തിന്റെ കാലം മുതൽക്കു തന്നെ ഖദരിയാക്കൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഖദർ എന്ന് പറഞ്ഞൊരു പരിപാടിയൊന്നുമില്ല. അല്ലാഹു തആല നേരത്തെ കണക്കാക്കി വെക്കുന്ന ഏർപ്പാടൊന്നുമില്ല. ഈ ചെലവൂരിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തണം എന്നുള്ളത് അള്ളാഹ് എപ്പോഴാ കണക്കാക്കിയത് എന്ന് ചെലവൂർ നാട്ടുകാരോട് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്താ മറുപടി പറയാ? അത് അന്ന് കണക്കാക്കിയിട്ടൊന്നുമില്ല, അത് ഞങ്ങൾ തീരുമാനിച്ചപ്പോ തന്നെയാണ് അള്ളയും തീരുമാനിച്ചത്. അങ്ങനെയാണോ വിശ്വസിക്കുന്നത്? എന്നാൽ അങ്ങനെയാണോ ഈ നാട്ടുകാർ വിശ്വസിക്കുന്നത് എന്ന് പരിശോധിക്കണം. എല്ലാം നമ്മൾ വിശ്വസിക്കുന്നത് ഞാനും നിങ്ങളായ പണ്ടക്കും പണ്ട് തന്നെ ഈ കാര്യം ഇവിടെ എത്ര കസേര വേണം, ഓരോ കസേരയിലും ആര് ഇരിക്കണം, ഈ ശബ്ദം ആരൊക്കെ കേൾക്കണം, എങ്ങനെയൊക്കെ കേൾക്കണം, ആര് അവതരിപ്പിക്കണം, എന്തൊക്കെ പറയണം, ഏത് വാക്കുപയോഗിക്കണം, എത്ര അക്ഷരം ഉപയോഗിക്കണം, ഇതെല്ലാം തന്നെ റബ്ബിന്റെ മുൻ തീരുമാനമാണെന്നുള്ള അടിസ്ഥാനപരമായ ഖദറിന്റെ വിശ്വാസത്തെ മൗദൂദി ഗളച്ഛേദം നടത്തി. അന്നത്തെ ഉത്തരേന്ത്യൻ ഉലമാക്കൾ അതിനെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ ഒരു അടിക്കുറിപ്പ് കൊടുത്തു. അത് ഞാൻ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് പറയാതിരുന്നതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം അയാൾ വിശദമായി ഇസ്ലാമതം എന്ന പുസ്തകത്തിൽ പറഞ്ഞു കൊടുത്ത് ഒരു സ്ഥലത്തും ഖദറിനെ പറ്റി അയാൾ പറഞ്ഞിട്ടില്ല. പറയാതെ പിന്നീട് ആളുകള് ഈ ആളുടെ പോക്ക് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം പയറ്റി. ഇതൊരു ഉദാഹരണം. മഹാനായ മൂസാ നബി അലിഹിസ്സലാം എന്ന് പറയുന്ന ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ, ഏറ്റവും പ്രമുഖരായ പ്രവാചകന്മാരാണല്ലോ 5 ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ. അതിൽപ്പെട്ട ഏറ്റവും പ്രമുഖനായ മഹാനായ മൂസാ നബി അലിഹിസ്സലാം, കലീമുല്ലാഹി മൂസാ നബി അലിഹിസ്സലാം. മൂസാ നബി അലിഹിസ്സലാമിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ ചോദ്യോത്തരം എന്ന പുസ്തകത്തിൽ എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് മൂസാ മനുഷ്യത്തെ കൊലപ്പെടുത്തിയ വൻകുറ്റം ചെയ്ത ആളാണ്. ഈ ചെലവൂര് ഈ പരിപാടിയിൽ ഇതാ ഒരുപാട് വിശ്വാസികൾ വന്നിരിക്കുന്നു. നിങ്ങൾ, ഞാൻ, ഈ പറയുന്ന ഞാൻ, കേൾക്കുന്ന നിങ്ങൾ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് അല്ലെ? ഒരുപാട് തെറ്റുകൾ ജീവിതത്തിന്റെ കഴിഞ്ഞുപോയ ഇന്നലകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നാളെ ചെയ്യുമോ ചെയ്യൂലേ നമുക്കൊന്നും തറപ്പിച്ചുറപ്പിച്ച് പറയാൻ പറ്റാത്ത വിധം നമ്മളൊക്കെ ദുർബലരാണ്. എല്ലാവർക്കും അറിയാം നമ്മുടെ ദുർബല നിമിഷങ്ങളിൽ നമ്മൾ എന്തെല്ലാം തെറ്റ് ചെയ്തു. പക്ഷേ നമുക്ക് ഉറച്ചു പറയാൻ കഴിയും, ഒരാളെ, ഒരു മനുഷ്യ ജീവനെ കൊല്ലുക എന്നുള്ള തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. പറഞ്ഞൂടെ? ഞാൻ വിശ്വസിക്കുന്നത് ഈ സദസ്സിലുള്ള 100% ആളുകൾക്കും അങ്ങനെ പറയാൻ കഴിയുമെന്നാണ്. അത്രമാത്രം ഗൗരവതരമായ, കിരാതമായ, മാരകമായ മഹാദോഷം മൂസാ നബി അലൈഹി ഇസ്ലാം ചെയ്തു പോയിരിക്കുന്നു എന്ന് എഴുതി വെച്ച മൗദൂദിയെ പിന്നെ അനുകരിക്കാൻ പറ്റുമോ? അയാളുടെ ആദർശത്തിൽ അണിചേരാൻ പറ്റുമോ? ചിന്തിക്കേണ്ടതല്ലേ മുഅ്മിനീങ്ങളെ? 1960കളിലാണ് തബ്ലീഗ് ജമാഅത്തിന്റെ കടന്നുവരവ് കേരളത്തിൽ സാക്ഷ്യം വഹിക്കാൻ തുടങ്ങിയത്. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച്, അതിനെക്കുറിച്ച്, അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, തബ്ലീഗ് ജമാഅത്തിന്റെ വീക്ഷാഗതികളെക്കുറിച്ച് വ്യക്തമായ പഠനങ്ങൾ നടത്തുകയും അവരുടെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ പരിശോധിക്കുകയും അവരുടെ പ്രവർത്തനത്തിന്റെ ശൈലിയെക്കുറിച്ച് നിരീക്ഷിക്കുകയും
ആ നിരീക്ഷണങ്ങളുടെയും പഠനങ്ങളുടെയും വെളിച്ചത്തിൽ വ്യക്തമായ ശക്തമായ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ മൗലാനൽ മർഹൂം റഈസുൽ മുഹഖ്ഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ അധ്യക്ഷതയിൽ 1965 ഒക്ടോബർ മാസം 16-ാം തീയതിയാണ്. ഏത് തീയതി? 1965 ഒക്ടോബർ മാസം 15-ാം തീയതി. എത്ര വർഷമായി? 50 വർഷമായി. 50 വർഷം പൂർത്തിയാവാൻ പോകുകയാണ് സമസ്തയുടെ ആ ഉജ്ജ്വലമായ തീരുമാനം. എന്താണ് ആ തീരുമാനമെന്നല്ലേ കഴിഞ്ഞ യോഗത്തിൽ തബ്ലീഗ് ജമാഅത്തിനെ പറ്റി പരിശോധിക്കാൻ നിയമിച്ച സബ് കമ്മിറ്റി ഈ യോഗത്തിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളെപ്പറ്റി ഗാഢമായി അവരുടെ ഗ്രന്ഥങ്ങൾ വഴി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തതിൽ തബ്ലീഗ് ജമാഅത്തിന്റെ തത്വങ്ങൾ മുബ്തദിഉകളുടെ തത്വങ്ങളാണെന്ന് ബോധ്യപ്പെടുകയാൽ തബ്ലീഗ് ജമാഅത്ത് മുബ്തദിഉകളുടെ ജമാഅത്താണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു എന്നാണ്. തബ്ലീഗ് ജമാഅത്ത് പുത്തൻവാദികളുടെ ജമാഅത്താണ്. എന്താ പുത്തൻവാദികളുടെ ജമാഅത്ത് എന്ന് പറഞ്ഞാല്? ഇസ്ലാമിൽ 2 വാദമുണ്ട്. എന്താ പറഞ്ഞത്? ഇസ്ലാമിന്റെ ഉള്ളിൽ കിടക്കുന്ന ആൾക്കാർ 2 വാദക്കാരാ. ഒന്ന് സുന്നത്ത് ജമാഅത്തിന്റെ വാദക്കാര് എന്ന് വെച്ചാൽ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവർ. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ നബിയുടെയും സഹാബത്തിന്റെയും വിശ്വാസങ്ങളാണ്. 2 ബിദ്അത്തുകാരുടെ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവർ അഥവാ പുത്തൻവാദികൾ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതിന് തെറ്റായ വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിനെ വികലമാക്കിക്കൊണ്ട് മലക്കുകളെ സംബന്ധിച്ചുള്ള അഖീദകളെ വികലമാക്കിക്കൊണ്ട് പ്രവാചകന്മാരെ കുറിച്ചുള്ളതിനെ വികലമാക്കിക്കൊണ്ട് ഇങ്ങനെ ഇസ്ലാമിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥമായ സാക്ഷാൽ വിശ്വാസങ്ങളെ വികലപ്പെടുത്തുന്ന ആളുകളെ പറ്റിയാണ് മുബ്തദിഈങ്ങൾ എന്ന് പറയുക, പുത്തൻവാദികൾ. ആ മുബ്തദിഈങ്ങളുടെ ഗണത്തിലാണ് തബ്ലീഗ് ജമാഅത്ത് ഉൾപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ചിലപ്പോ ആളുകൾക്ക്, സാധാരണക്കാർക്ക് അല്ലെങ്കിൽ എന്നെ പോലത്തെ ആളുകൾക്ക് ഒരു സംശയം തോന്നിയേക്കാം. എന്താണ്, തബ്ലീഗ് ജമാഅത്തിന്റെ ആൾക്കാർ നിസ്കാരത്തിൽ വളരെ കറക്റ്റ് കാണിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ ചില ഊരിൽ ഇവിടെ പരിപാടി വെച്ചപ്പോ കൊടുക്കുന്നത് കേട്ടു. എന്താ മൗലവിമാര് പരിപാടി നിർത്താത്തത്? ആരെങ്കിലും ചിന്തിച്ചോ? ഈ സദസ്സിൽ ആരെങ്കിലും ചിന്ത അങ്ങനെ പോയോ? പോയിട്ടില്ലെങ്കിൽ ഞാനിതാ നിങ്ങളെ മനസ്സിലേക്ക് ഒരു ചിന്ത ഇട്ടു തരികയാണ് അല്ലേ? ബാങ്ക് കൊടുത്താൽ എന്താണ് അതിന്റെ മസല? എന്താണ്? അയ്യുൽ അഅ്മാലി അഫ്ളലു യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്തിന്റെ ഒരു ചോദ്യം, ഏറ്റവും ശ്രേഷ്ഠമായ അമല് ഏതാണ് നബിയേ? ആ ചോദ്യത്തിന് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി എന്താണ്? അസ്സലാത്തു ലി അവ്വലി വഖ്തിഹാ. നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്തപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബാങ്ക് കൊടുക്കുന്ന സന്ദർഭത്തിൽ സ്വഹീഹുൽ ബുഖാരി ഒന്ന് മറിച്ചു നോക്കി. എന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ഞാൻ സ്വഹീഹുൽ ബുഖാരി മറിച്ചു നോക്കി. അതിലതാ കാണുന്നു, അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തും പലപ്പോഴും ഇശാഇനെ അവ്വൽ വക്തിൽ നിസ്കരിക്കാതെ കുറച്ചുകൂടി മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന ഒരു ഹദീസ് ഞാൻ കണ്ടു. അപ്പൊ തൽക്കാലം ഇന്ന് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇവിടെ ഈ പരിപാടിയുടെ ഒരു മസ്ലത്തൊരു ഇൽമിന്റെ മജ്ലിസാണല്ലോ, നമ്മൾ ഗാനമേളന്റെ മജ്ലിസല്ലല്ലോ. ഇശാ നിസ്കാരത്തിന് നമ്മൾ കുറച്ചങ്ങോട്ട് പിന്തിക്കുമ്പോ, അങ്ങനെ പിന്തിച്ചുകൊണ്ട് നബിയും സ്വഹാബത്തും പ്രവർത്തിച്ച ചില രേഖകൾ നമ്മുടെ മുന്നിൽ കാണുമ്പോ അതിനെ വെച്ചുകൊണ്ട് ഒരു ഇൽമിന്റെ മജ്ലിസാണല്ലോ, ദീനിനെ കുറിച്ച് പറഞ്ഞു നടത്തുന്ന മജ്ലിസാണല്ലോ എന്നോർത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് പള്ളി ഇവിടെ അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കവിടെ ജമാഅത്തായിട്ട് നിർവഹിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ നിസ്കാരത്തിന്റെ വിഷയത്തിലൊക്കെ ഉഷാറാണല്ലോ, നിസ്കാരത്തിലേക്ക് അവർ ക്ഷണിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നാം ആദ്യമായി ചിന്തിക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് ഓതിക്കേൽപ്പിച്ച ആയത്തിനെ കുറിച്ചാണ്. എന്താണ് ഓതിക്കേൽപ്പിച്ച ആയത്ത്? അല്ലാഹു തആല പറയുകയാണ്, വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة
വലാ യുദ്ലമൂന നഖീറാ. എന്താണ് ആ ആയത്തിന്റെ അർത്ഥം? ആണാവട്ടെ പെണ്ണാവട്ടെ എല്ലാ സൽക്കർമ്മങ്ങൾ, എന്ത് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും സ്വർഗപ്രവേശനം ലഭിക്കാൻ, നരകമോചനം ലഭിക്കാൻ അല്ലാഹു വ്യക്തമായ ഒരു വ്യവസ്ഥ നിശ്ചയിക്കുകയാണ്. വഹുവ മുഅ്മിനുൻ, അവൻ മുഅ്മിനായിരിക്കണം, അവന്റെ ഈമാൻ കൃത്യമായിരിക്കണം, അവന്റെ അഖീദയിൽ കളങ്കമുണ്ടാവാൻ പാടില്ല, അതിൽ മാറ്റിത്തിരുത്തലുകൾ ഉണ്ടാവാൻ പാടില്ല. ഞാൻ 5 നേരം നിസ്കരിക്കുന്നു, പക്ഷെ എന്റെ വിശ്വാസം എന്താണെന്നറിയോ? ഉദാഹരണം പറയാണ്, ഞാൻ 5 നേരം നിസ്കരിക്കുകയാണ്. ഇന്ന് ശനിയാഴ്ച സുബഹിക്ക് ബാങ്ക് കൊടുത്തു, എഴുന്നേറ്റ് നിസ്കരിച്ചു. ളുഹ്ർക്ക് ബാങ്ക് കൊടുത്തു, എഴുന്നേറ്റ് നിസ്കരിച്ചു. അസർക്ക് ബാങ്ക് കൊടുത്തു, ഞാൻ നിസ്കരിച്ചു. മഗ്രിബിക്ക് കൊടുത്തു, നിസ്കരിച്ചു. ഇശാഇന് കൊടുത്തു, നിസ്കരിച്ചു. ഒക്കെ ക്ലിയറാ. പക്ഷെ എന്റെ മനസ്സിലുള്ളൊരു കാര്യം എന്താണെന്നറിയോ? അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞാല്, അള്ളാന്റെ റസൂലുണ്ടല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താ വ്യത്യാസം? കാര്യമായ വ്യത്യാസമൊന്നുമില്ല. പിന്നെന്താന്ന് വെച്ചാല്, മുഹമ്മദ് നബിക്ക് 40 വയസ്സായപ്പോ ഖുർആനിന്റെ വഹയ്യ് കിട്ടി. 63 വയസ്സാകുന്നത് വരെ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു. 63 വയസ്സായപ്പോ മരിച്ചുപോയി. ആ ഒരു 23 കൊല്ലത്തെ ഒരു റിസാലത്ത് നുബുവത്ത് എന്ന ഒരു ഔദ്യോഗികമായ ഒരു ചുമതല അല്ലാഹു തആല കൊടുത്തു എന്നത് കഴിഞ്ഞാൽ പിന്നെ 40 വയസ്സിന് മുമ്പുള്ള ആ ജന്മം മുതൽക്കുള്ള കാലയളവിലോ അതിന് മുമ്പത്തെ കാലയളവിലോ 63 വയസ്സിന് ശേഷം വഫാത്തായതിനു ശേഷമോ ഇപ്പൊ ഞാനും മുഹമ്മദ് നബി തമ്മിൽ എന്താ വ്യത്യാസം? കാര്യമായ വ്യത്യാസമൊന്നുമില്ല, ഒരു വ്യത്യാസമില്ല. ഇനി മുഹമ്മദ് നബി കൊണ്ടുവന്ന ഖുർആനും സുന്നത്തും അത് നമ്മൾ ആ ബുഖാരി ആ കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ടല്ലോ, ആ പറിച്ച കമ്പ്യൂട്ടറിലുണ്ടല്ലോ, അതൊക്കെ നോക്കിയിട്ട് ജീവിക്കാന്നല്ലാതെ മുഹമ്മദ് നബിക്ക് പ്രത്യേകിച്ച് ഖുസൂസിയത്തൊന്നുമില്ല. മുഹമ്മദ് നബിക്ക് എന്നേക്കാൾ ഒരു സവിശേഷത ഇല്ല എന്നാണോ എന്റെ കൽബിലുള്ളത് എങ്കിൽ ഞാൻ ഈ സദസ്സിനോടൊരു ചോദ്യമിടാം. ഞാൻ 5 നേരത്തെ നിസ്കാരം എന്റെ കയ്യിൽ നിന്ന് തസ്ബീഹ്മാല ഒയ്യാറില്ല. ഇങ്ങനാക്കി ഞാൻ ദുആ ചെയ്യാറുണ്ട്, കണ്ണൊക്കെ ഇങ്ങനെ കലങ്ങാറുണ്ട്. പാതിരാവിന് ശേഷം എനിക്ക് ഉറക്കമില്ല. ഞാൻ തഹജ്ജുദ് ഇങ്ങനെ നിസ്കരിക്കുന്നത് ആൾക്കാരൊക്കെ കാണുമ്പോ എന്തൊരു മനോഹാരിത. എനിക്കാണെങ്കിലും അതിന് വലിയ ആത്മാർത്ഥതയുമുണ്ട്. പക്ഷേ എന്റെ കൽബിൽ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഇങ്ങനെയാ ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ചില ഒരു നാട്ടുകാരോട് ഞാൻ ചോദിക്കട്ടെ, ആ നിസ്കാരത്തിന് കാര്യമുണ്ടോ? എന്റെ തഹജ്ജുദിന് കാര്യമുണ്ടോ? എന്റെ വേഷവിധാനത്തിന് കാര്യമുണ്ടോ? ഞാൻ നീട്ടിയ താടിക്ക് വല്ല പ്രസക്തിയുമുണ്ടോ? ബാങ്ക് കൊടുക്കുമ്പോഴത്തിന് ഞാൻ ആവേശപ്പെടുന്നതിന് വല്ല പ്രസക്തിയുമുണ്ടോ? കൽബല്ലേ അടിസ്ഥാനം. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാന, കൽബിലല്ലേ ഈമാനുള്ളത്. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, കൽബിലല്ലേ ഈമാൻ പ്രവേശിക്കേണ്ടത്. ഹല്ലാ ശഖഖത ഖൽബഹു, കൽബിലല്ലേ ഈമാൻ പരിശോധിക്കേണ്ടത് അല്ലേ? അപ്പൊ കൽബിന്റെ ഈമാനിന്റെ തകർച്ച, കൽബിന്റെ ഈമാനിന്റെ തളർച്ച, ആ തകർച്ചയും തളർച്ചയും അനുഷ്ഠാനങ്ങളെ ബാധിക്കുമെന്നാണ് അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചത്. അതാണ് പറഞ്ഞത്, വമൻ യഅമൽ മിനസ് സാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന വലാ യുദ്ലമൂന നഖീറാ. ഈ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തബ്ലീഗ് ജമാഅത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഏതാനും ചില വിഷയങ്ങൾ പറയാം. ഇതൊരിക്കലും തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഒരു വ്യക്തികളുടെ കൂട്ടായ്മയെയോ നമ്മൾ ഇടിച്ചു തകർക്കലല്ല എന്ന് ആദ്യമേ പറയട്ടെ. ആശയമാണ് പറയുന്നത്. അത് ഹക്കുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ആളുകൾക്ക് സ്വീകരിക്കാം. അല്ല, ഹക്കിനെ പറഞ്ഞിട്ട് സ്വീകരിക്കാൻ മനസ്സ് വരാത്ത ആളുകൾ, അവരോട് സ്വീകരിക്കണമേ എന്നൊരു അപേക്ഷ മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഈ പ്രഭാഷണാനന്തരം നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള തുറന്ന വേദിയാണ്, അഥവാ സൗഹാർദ്ദപൂർണമായ വേദി.
ആ വേദിയാണ് ഇവിടെ സംഘാടകർ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ സമയം കൂടി നമ്മുടെ വിലപ്പെട്ട സമയമാണ്. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കണം. എന്താണ് തബ്ലീഗ് ജമാഅത്ത്? ഹിജ്റ 1303 മുതൽ 1363 വരേക്കുമുള്ള 60 കൊല്ലക്കാലത്തിൽ ജീവിച്ച മുഹമ്മദ് ഇല്യാസിയാണ് തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപകൻ. ഉത്തർപ്രദേശിലെ കാന്ദിലയിൽ ജനിച്ചു. 1315 ജ്യേഷ്ഠൻ മുഹമ്മദ് യഹ്യയുടെ നിർദ്ദേശപ്രകാരം ഗംഗോഹിലേക്ക് പോയി. അവിടെ റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെ അടുക്കൽ 10 വർഷത്തോളം ശിഷ്യനായി. ഹിജ്റ 1345 അഥവാ ക്രിസ്താബ്ദം 1920 തബ്ലീഗ് ജമാഅത്ത് സ്ഥാപിച്ചു. ഡൽഹിക്കു തെക്കുള്ള മേവാത്ത് ആയിരുന്നു പ്രവർത്തന കേന്ദ്രം. ഞാൻ അതിന്റെ സമ്മറി ചെറുതായിട്ടൊന്ന് പറഞ്ഞതാണ്, കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുമ്പോൾ അവര് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ സമസ്തകളുടെ ജമിയത്തുൽ ഉലമ അനുധാവനം ചെയ്യുന്ന ഒരു പണ്ഡിത കൂട്ടായ്മ ഉണ്ട്. അതേതാണ്? പൊന്നാനിയിലുള്ള മഖ്ദൂമിങ്ങളുടെ കൂട്ടായ്മയാണത്, അല്ലേ? നമ്മൾ സാധാരണ പറയാറുണ്ട് മഖ്ദൂമിങ്ങൾ, സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനും രണ്ടാമനും ഒക്കെ പറയാറില്ലേ? എന്നാൽ തബ്ലീഗ് ജമാഅത്ത് അനുധാവനം ചെയ്യുന്നത് ആരെയാണ്? 1800കളുടെ ആരംഭത്തിൽ ഉത്തരേന്ത്യയിൽ വഹാബിസം ഇറക്കുമതി ചെയ്ത ഇന്ത്യയിലെ വഹാബികളുടെ നേതാവായ സാക്ഷാൽ ഇസ്മാഈലു ദഹ്ലവി എന്ന് പറയുന്ന മനുഷ്യനെയാണ് തബ്ലീഗ് ജമാഅത്തുകാര് ആശയ സ്രോതസ്സായി അവര് അംഗീകരിക്കുന്നത്, അനുസരിക്കുന്നത്. അപ്പൊ ഇനി അദ്ദേഹം എന്താണ് ഇവിടെ കൈമാറിയത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. അദ്ദേഹം കൈമാറിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ചില കാര്യങ്ങൾ, അദ്ദേഹം തുറന്ന വഹാബിയായിരുന്നു. നമ്മൾ വഹാബികളെ പറ്റി പറയുന്ന ആശയങ്ങളെ ഉത്തരേന്ത്യയിൽ പ്രസരണം ചെയ്യാൻ നേതൃത്വം വഹിച്ച ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രമാദമായ ഒരു ഗ്രന്ഥമാണ് ഞാൻ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഇതിന്റെ പേര് സിറാത്തെ മുസ്തഖീം എന്നാണ്. ഈ പുസ്തകത്തിന്റെ 118 പേജിൽ പറയാം, ബിമുഖ്തദായെ ദുലുമാത്തുൻ ബഅ്ദുഹാ ഫൗക ബഅദ്. പാപങ്ങൾ ചിലത് ചിലതിനേക്കാൾ വലുതാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യം. വ്യഭിചാരത്തേക്കാൾ വലുതുണ്ടാകും ഉമ്മാനെ കൊല്ലുക എന്നുള്ളത്. അതിനേക്കാളും വലുതാണ് ഉമ്മാനെ നടുറോട്ടിലിട്ട് കാണ്ട് ബലാത്സംഗം ചെയ്യാമെന്ന്. അങ്ങനെ പല പാപങ്ങൾ അങ്ങനെ വലുതും ചെറുതൊക്കെ ഉണ്ടാവും. അദ്ദേഹം പറയുന്നത് എന്താണ്? പാപങ്ങളിൽ ചിലത് ചിലതിനേക്കാൾ വലുതാണല്ലോ. ജിനാ കെ വസ്വസെ അപ്നി ബീബി കി മുജാമഅത്ത് കാ ഖയാൽ ബഹ്തർ ഹേ. വ്യഭിചാര ചിന്തയോടെ സ്വന്തം ഭാര്യയെ, വ്യഭിചാര ചിന്തയേക്കാൾ സ്വന്തം ഭാര്യയെ ലൈംഗിക വീഴ്ച നടത്തുന്നതിനെ കുറിച്ചുള്ള ആലോചന, അത് ബഹ്തർ ഹേ, നല്ലതാണ്. നിസ്കാരത്തിൽ മനുഷ്യ മനസ്സുകളിൽ വരുന്ന ചിന്തകളെ കുറിച്ച് ഇയാൾ പറയാം. നിസ്കാരത്തിൽ മനുഷ്യ മനസ്സുകളിൽ വരുന്ന വിവിധങ്ങളായ ചിന്തകളെ കുറിച്ച് പറയാം. ആ കൂട്ടത്തിൽ ഇയാൾ പറയാണ്, നിസ്കാരത്തിൽ ഇപ്പോൾ ഒരാള് വ്യഭിചാരത്തിന്റെ കാര്യങ്ങൾ ആലോചിക്കുന്നതിനേക്കാൾ സ്വന്തം ഭാര്യയുമായി ലൈംഗിക വീഴ്ച നടത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് ബഹ്തർ ഹേ, വളരെ നല്ലതാണ്. അതൊക്കെ നല്ലതാണ്. പിന്നെ പറയാം, और शेख या ऐसी इसी जैसे और बुजुर्गों की तरफ ख्वाह जनाब रिसालत मआब ही हो, अपनी हिम्मत को लगा देना अपने बैल और गद्दे की सूरत में मुस्तगरिक होने से बुरा है. ഒരാൾ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു മഹാത്മാവിൽ, അത് ഖാതിമുൽ അംബിയ ആയ അല്ലാഹുവിന്റെ റസൂലിൽ തന്റെ ചിന്ത ലയിച്ചുപോയാൽ അത് സ്വന്തം വീട്ടിലെ കഴുതനെ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ കാളയെ മനസ്സിൽ നിമഗ്നമാക്കുന്നതിനേക്കാൾ വൃത്തികെട്ട ഏർപ്പാടാകുന്നു. ഞാൻ ഈ അർത്ഥം വെച്ചിൽ എന്തെങ്കിലും തകരാറുണ്ടോ? എന്തെങ്കിലും ഉറുദു അറിയുന്ന ആൾക്കാരുണ്ട് എന്നാണ് പറയണം. ബാക്കി ഉസ്താദ്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അധ്യക്ഷൻ പോയോ? ഉറുദു അറിയുന്ന ആൾക്കാരെ പറയട്ടെ, ആ വെച്ചാർത്ഥം ശരിയല്ല എന്ന് പറയട്ടെ. പിന്നിലുള്ള ആൾക്കാർക്കും പറയാം, മുന്നിലുള്ള ആൾക്കാർക്കും പറയാം. പിന്നെന്താ പറയണത്? എന്താ പറയുന്നത്? ക്യോംകി, എന്താണ് അതിന് കാരണം? ഇങ്ങനെ വൃത്തികെട്ടതാണ് അള്ളാഹുവിന്റെ റസൂലിൽ ചിന്ത വിലയം പ്രാപിക്കുന്നത്. ഉസാരിമാൻ പറയുന്നുണ്ട്, അത്തഹിയ്യാത്ത് ഓതുന്ന സന്ദർഭത്തില്
അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലേക്ക് ഇങ്ങോട്ട് ആവാഹിക്കണം. ആ മനസ്സിലേക്ക് കടന്നു വരുന്ന പുണ്യ റസൂല് കൊണ്ടുവന്ന ആശയത്തെയല്ല ആവാഹിക്കേണ്ടത്, റസൂലിനെ തന്നെ മനസ്സിലേക്ക് ഇസ്തിഹ്ലാർ ചെയ്തിട്ട് ആ മുന്നിൽ കാണുന്ന, ആത്മീയ തലത്തിൽ മുന്നിൽ കാണുന്ന ആ റസൂലിനായിരിക്കണം സലാം പറയേണ്ടത്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ നമ്മളെ മനസ്സിലുള്ള വിചാരപ്പെടൽ എന്തായിരിക്കണം? അല്ലാഹുവിന്റെ റസൂല് ഞാൻ ചൊല്ലിയ സലാമിനേക്കാൾ സമ്പൂർണമായ സലാം കൊണ്ട് എനിക്ക് മടക്കിത്തരുമെന്ന് പൂർണ്ണമായ സത്യസന്ധമായ പ്രതീക്ഷ നീ വെച്ച് പുലർത്തുക എന്ന് ഇമാം ഗസാലി തങ്ങൾ തന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുമ്പോൾ ഇവരെന്താ പറഞ്ഞത്? നിങ്ങൾ നോക്കി എന്താ പറഞ്ഞത്? ക്യോം കി शेख का ख्याल तो ताजीम और बुजुर्गी के साथ इंसान के दिल में चमड़ जाता है और बैल और गद्दे के ख्याल को न तो उस कदर चुपीदगी होती है और न ताजीम बल्कि हकीर और जलील होता है और गैर की या ताजीम और बुजुर्गी जो नमाज में मलहूज हो वो शिर्क की तरफ गेंज कर ले जाती है. എന്താ പറഞ്ഞത്? മൂരി കൈത അവരിലാണ് മനസ്സിൽ വിനയം പ്രാപിച്ചതെങ്കിൽ നമുക്ക് അവരോട് ബഹുമാനമൊന്നുമില്ലല്ലോ. നമ്മളെ പെരിയത്തെ കോയി മൂരി ഇതൊക്കെ നമുക്ക് ബഹുമാനമുണ്ടോ? അതേസമയത്ത് പുണ്യ റസൂലാവുമ്പോ മനസ്സിൽ എന്ത് വരും? ബഹുമാനമുണ്ടല്ലോ, ആദരവുണ്ടല്ലോ. ഈ ആദരവ് ഇത് ശിർക്കിന്റെ ഭാഗമാണ്. പുണ്യ റസൂലിനോടുള്ള കൽബിന്റെ അടങ്ങാത്ത ആദരവ് ശിർക്കിന്റെ ഭാഗമാണ്. ഇതാരുടെ സിദ്ധാന്ത? ഈ സിദ്ധാന്തം ആരുടേതാണ്? ഇത് അഹ്ലുസുന്നയുടെ ആശയമാണോ? ഈ ആശയം കടുത്ത പുത്തൻവാദത്തിന്റെ ആശയമല്ലേ? ആദരവാണ് ആരാധന എന്നും അതുകൊണ്ട് ആദരവ് അത് ശിർക്കാണ് എന്നും പറയുന്ന വഹാബിസമല്ലേ ഈ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിനെ ബഹുമാനിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുംബിച്ച സ്വഹാബിമാരുണ്ട്. എവിടെ ചുംബിച്ചതെന്ന് അറിയോ? എവിടെ ചുംബിച്ചത്? അവിടുത്തെ നെറ്റിത്തടത്തിലല്ല, അവിടുത്തെ മാർവിടത്തിലല്ല, അവിടുത്തെ കരങ്ങളിലല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽപാദങ്ങളിലേക്ക് ചുംബനം നടത്തിയ, തൊട്ടുമുത്തിയ, മുത്തം നടത്തിയ സ്വഹാബത്തുണ്ട്. അതിന്റെ അർത്ഥം എന്താ? അങ്ങട്ട് കുമിഞ്ഞിട്ട് സുജൂദിൽ കിടക്കുന്നത് പോലെയായിരിക്കില്ലേ ആ ചുംബിക്കുന്നവന്റെ അവസ്ഥ? അല്ലാതെ ഓനിങ്ങനെ നീർന്നു നിൽക്കുക, അപ്പൊ അള്ളാഹുവിന്റെ റസൂല് കാലിങ്ങനെ കയറ്റി കാണിച്ചു കൊടുക്കുന്ന ചുംബിച്ചോന്ന് അങ്ങനെയാണോ? റസൂലുള്ളാഹിന്റെ കാൽപാദം ചുംബിച്ച സംഭവങ്ങളില്ലേ? അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഓലെ മൂക്കിന്റെ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിങ്ങനെ പൊന്തിച്ചു കാണിച്ചു കൊടുത്തു എന്നാണോ? അല്ല, അവര് കുനിഞ്ഞിട്ട് പുണ്യനബിയെ ആദരിക്കാൻ ചുംബനം നടത്തി, മുത്തം നടത്തി എന്നല്ലേ? ഇത് ശിർക്കാ? തഅ്ലീമാണ്, ആദരവാണ് ശിർക്കിന്റെ മാനദണ്ഡമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട വഹാബി പ്രസ്ഥാനത്തിന്റെ ആശയഗതിയല്ലേ ഈ വരികളിൽ നമ്മൾ കണ്ടത്? ഇതന്നല്ലേ വഹാബികൾ? ഇന്ന് നമ്മുടെ നാട്ടിലെ വഹാബികൾ വിശ്വാസം അതല്ലേ? അല്ലേ? അവരുടെ ഉള്ളിലേക്ക് നിങ്ങളൊന്ന് ഇറങ്ങിച്ചെന്ന് നോക്കൂ. അവരുടെ വിശ്വാസം അതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തബ്ലീഗ് ജമാഅത്തിന്റെ ഒന്നാമത്തെ ആചാര്യന്റെ ഏറ്റവും പ്രമാദമായ സിറാത്തെ മുസ്തഖീം എന്ന പുസ്തകത്തിന്റെ 118 പേജാണ് ഞാൻ യാതൊരു വളച്ചുകെട്ടുമില്ലാതെ സത്യസന്ധമായി നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ഒന്ന്. ഇനി ഇദ്ദേഹത്തിന്റെ തന്നെ തഖ്വിയത്തുൽ ഈമാൻ എന്ന മറ്റൊരു ഗ്രന്ഥം പരിശോധിച്ചാൽ, അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്ത് കാരൻ എന്റെ ആശയം എന്റെ ഗുരുനാഥനായ റഷീദ് അഹമ്മദ് ഗംഗോഹിയുടേതാണ് എന്ന് സർട്ടിഫിക്കറ്റ് ചെയ്ത റഷീദ് അഹമ്മദ് ഗംഗോഹിയൊക്കെ പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിന്റെ ഫതാവ റഷീദി അങ്ങോട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ വഹാബിസോ അയാൾ തമ്മിൽ യാതൊരു മാറ്റമില്ല. യാ റസൂൽ അല്ലാഹ് പുകാർന, അള്ളാഹുവിന്റെ റസൂലെ എന്ന് വിളിക്കുന്നതിനെ സംബന്ധിച്ചൊരു ചോദ്യം. ആ ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി എന്താണെന്നറിയോ? പാടില്ല, അതൊക്കെ തെറ്റാണ്, ശിർക്കാണ്, ഹറാമാണ്. നിങ്ങൾ നോക്കണം. അപ്പൊ ഒരാൾ മങ്കൂസ് മൗലിദ് ചൊല്ലി അതിൽ എത്ര വട്ടം അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കുന്നുണ്ട്?
സ്വലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി അഷ്ഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഅഹ്ലനാ ഇൻദാഅ യാ സയ്യിദി ഖൈറൻ നബി യാ സയ്യിദി ഖൈറൻ നബി. തബ്ലീഗ് ജമാഅത്തുകാരന്റെ ആശയപ്രകാരം അവരുടെ സ്ഥാപകനായ ഇല്യാസി തന്റെ ആദർശ ഗുരുവായി പരിചയപ്പെടുത്തി തന്ന റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെ സിദ്ധാന്ത പ്രകാരം മങ്കൂസ് മൗലിദിനെ എവിടെ വെക്കും? നമ്മുടെ വീട്ടിലെ അലമാറയിലാണോ വെക്കേണ്ടത്, അതോ ഏതെങ്കിലും തോട്ടിലാണോ വെക്കേണ്ടത്? എന്ത് ചെയ്യും? ആലോചിക്കേണ്ടതല്ലേ? ഇങ്ങനെ അവരുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1965 എടുത്ത തീരുമാനത്തിന് അവലംബിച്ച ഗ്രന്ഥങ്ങളെ നാം പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ അതെല്ലാം അവിടെ പറയാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. കുറച്ച് മലയാളത്തിലേക്ക് വരികയാണ്. മലയാളത്തിലേക്ക്, നമ്മളെ കേരളത്തിലേക്ക് വരിക. ഉത്തരേന്ത്യയിൽ ഇതൊക്കെ നമ്മൾ പോന്നു, കേരളത്തിലേക്ക് വരിക. കേരളത്തിൽ എന്താണ് തബ്ലീഗ് ജമാഅത്തുകാര് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്? തബ്ലീഗ് ജമാഅത്തിന്റെ ഖുർആൻ പരിഭാഷ, മആരിഫുൽ ഖുർആൻ, എല്ലാ വിഭാഗത്തിനും ഇന്ന് ഖുർആൻ പരിഭാഷകൾ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ വിഭാഗത്തിനും ഖുർആൻ ഭാഷ എടുത്തുന്ന ആ ഇടയിൽ വരികൾക്കിടയില് സുന്നത്ത് ജമാഅത്തിനെ പച്ചയായിട്ട് എതിർത്തിരിക്കുന്നു. അതിന്റെ ഏതാനും ചില ഉദാഹരണങ്ങൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമതായി ഫാത്തിഹ സൂറത്ത് തന്നെ എടുക്കുക. ഫാത്തിഹ സൂറത്തിനെ വിശദീകരിച്ചുകൊണ്ട് തബ്ലീഗ് ജമാഅത്തുകാരൻ പറയുന്നത് എന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇവിടെ മുജാഹിദുകൾക്ക് ഒരു കളിയുണ്ട്. അല്ലാഹുവേ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. എന്താ ഇതിന്റെ അർത്ഥം? നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ സഹായം തേടാണ്. ഇപ്പൊ അയാൾ പടച്ചോനാണ്, ആ പ്രവർത്തകൻ പടച്ചോനാണെന്ന് അതിനർത്ഥം അല്ലല്ലോ. ഞാൻ അദ്ദേഹത്തോട് സഹായം ചോദിച്ചാലും പ്രശ്നമല്ലല്ലോ. നിങ്ങൾ എനിക്ക് സഹായം തന്നാലും അതിന്റെ യഥാർത്ഥ ഉടമ നിങ്ങളല്ല. നിങ്ങളുടെ വിരൽ അനങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു തആലയാണത് സംവിധാനിച്ചത്, അല്ലേ? അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോടോ അദ്ദേഹം എന്നോടോ ഞാൻ നിങ്ങളോടോ നിങ്ങൾ എന്നോടോ ആരോട് സഹായം ചോദിച്ചാലും, ജീവിച്ചിരിപ്പുള്ളവർ ജീവിച്ചിരിപ്പുള്ളവരോട്, മരിച്ചവരോട് ജീവിച്ചിരിപ്പുള്ളവരോട് ആരോട് സഹായം ചോദിച്ചാലും അതിന്റെയൊക്കെ ആത്യന്തികമായ ഉടമസ്ഥനും യജമാനനും അല്ലാഹുവാണ് എന്നാണ് ആ പ്രഖ്യാപനം, എന്നാണ് ഇയ്യാക നസ്തഈൻ എന്നതിന്റെ അർത്ഥം. പക്ഷെ വഹാബികൾ പറയുന്ന അർത്ഥം എന്താ അറിയോ? അത് ഭൗതികമാണെങ്കിൽ ഓക്കെ, ഭൗതികമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറ്റും. അഥവാ തെളിഞ്ഞതാണെങ്കിൽ പറ്റും, മറഞ്ഞതാണെങ്കിൽ പറ്റൂല. മറഞ്ഞവൻ അല്ല മാത്രം, മറഞ്ഞത് അള്ളാഹിനോട് മാത്രം. ഇതാണ് ഇതിന്റെ അർത്ഥം. അതാണ് ഇതിന്റെ അർത്ഥം എന്നുള്ളത് ഏതെങ്കിലും വരിയിലുണ്ടോ? ഏതെങ്കിലും ഒരു പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലത്തിന്റെ ജീവിതത്തിനിടയിൽ എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സഹാബത്തിന്റെ ഏതെങ്കിലും ഒരു വാക്കിലോ വചനത്തിലോ മൊഴിയിലോ അതുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഇമാമിയുടെ കിതാബിലുണ്ടോ? ഇല്ല. പിന്നെ അത് എവിടെ നിന്നുണ്ടായതാ? അത് നമ്മളങ്ങോട്ട് പറഞ്ഞതാണ്. നമ്മളെന്ന് പറഞ്ഞാരാ? വഹാബിയാള്, ഓലാണ് പറഞ്ഞതാണ്. അതേ ആശയം ഈ ഭൗതികം അഭൗതികം എന്ന തരംതിരിവിന്റെ അടിസ്ഥാനത്തില് തൗഹീദും ശിർക്കും പറയുന്ന ഈ ഏർപ്പാടുണ്ടല്ലോ, ഈ കുതന്ത്രം. ഇപ്പൊ നേരത്തെ ഞാൻ അദ്ദേഹത്തോട് സഹായം ചോദിച്ചു, നിങ്ങൾ എല്ലാവരും അത് കണ്ടു, ലൈവായിട്ട് കണ്ടു. പക്ഷേ കണ്ട ആൾക്കാരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അത് തെളിഞ്ഞതാണോ മറഞ്ഞതാണോ? എന്താ ആൾക്കാരൊന്നും ഉണ്ടാത്തത്? തെളിഞ്ഞതാന്നാ കൂടി. എന്നാൽ അത് 50% ശരിയുള്ളൂ, 50% നിങ്ങൾക്ക് മാർക്കില്ല. എന്തുകൊണ്ടില്ല? ഞാനാവട്ടെ അദ്ദേഹമാവട്ടെ എന്റെയും അദ്ദേഹത്തിന്റെ ശരീരമാണ് തെളിഞ്ഞത്. യഥാർത്ഥത്തിൽ ചോദ്യം ചോദിച്ചത് എന്റെ ആത്മാവാണ്. യഥാർത്ഥത്തിൽ എനിക്ക് ഹെൽപ്പ് ചെയ്തത് അദ്ദേഹത്തിന്റെ ശരീരമല്ല, ആത്മാവാണ്. ഇത് ഇസ്ലാമിന്റെ വിശ്വാസമല്ലേ?
ആത്മാക്കൾ മറഞ്ഞതല്ലേ? അപ്പൊ മറഞ്ഞവൻ മറഞ്ഞവനോടാ സഹായം തേടിയത്. എന്റെ ശരീരം മാത്രമാണ് തെളിഞ്ഞത്. എന്റെ ശരീരത്തെക്കാൾ വിലപ്പെട്ട, എന്റെ ശരീരത്തെക്കാൾ എന്നെ ഞാനാക്കിയ എന്റെ ആത്മാവുണ്ട്. എന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ 4ാമത്തെ മാസത്തിൽ കിടക്കുമ്പോൾ ഒരു മലക്ക് വന്നുകൊണ്ട് ഫിറ്റ് ചെയ്ത എന്റെ ആത്മാവുണ്ട്. ആ ആത്മാവാണ് മാറ്റമില്ലാത്ത ആത്മാവ്. ശരീരം പടക്കുന്നതിന്റെ എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അള്ളാഹു സൃഷ്ടിച്ച ആത്മാവ്. ആ ആത്മാവാണ് യഥാർത്ഥത്തിൽ ഈ അബൂബക്കർ ദാരിമി എന്ന് പറയുന്ന മനുഷ്യൻ. ആ ആത്മാക്കളാണ് ഈ ഇരിക്കുന്ന സദസ്യർ. അപ്പോൾ ആത്മാക്കൾ തമ്മിലുള്ളത് ദൃശ്യമാണോ അദൃശ്യമാണോ? അപ്പൊ മനുഷ്യന്മാർ തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന സഹായങ്ങളും സഹായത്തേട്ടങ്ങളും കൊടുക്കലുകളും വാങ്ങലുകളും എല്ലാം തന്നെ ദൃശ്യം മാത്രമല്ല, അതിൽ അദൃശ്യമുണ്ട്, അതിൽ ഒയ്ബുണ്ട്, അതിൽ ഒയ്ബുണ്ട്, അതിൽ ഒയ്ബുണ്ട്. അതാ വിശ്വസിക്കേണ്ടത്. അതാ ഖുർആൻ പറഞ്ഞത്. മുഅ്മിനീങ്ങളെ പരിചയപ്പെടുത്തിയപ്പോ ഖുർആൻ പറഞ്ഞെന്താ? നമ്മുടെ താലിമീങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്താൽ. അത് പറഞ്ഞത് പറഞ്ഞാല് സ്വർഗും നരകും മാത്രമൊന്നല്ല, ഈ സദസ്സിൽ തന്നെ ഉണ്ട് കുറെ വൈബുകള്. ഈ സദസ്സിൽ തന്നെ വൈബുണ്ട്. നമ്മളെ വീട്ടിലൊരു കുട്ടി പിറന്നാൽ ആ കുട്ടി വാവിട്ട് കരയും. ഡോക്ടർമാർ പറയും അത് കരയാൻ കാരണം അത് ഇന്ന രാസപ്രവർത്തനാണെന്ന് പറയും. എന്നാ അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? അവിടെ പിശാച് വന്നിട്ട് ഒരു കുത്തു കൊടുത്തു എന്നാ. ആ കുത്താണ് കുട്ടി കരയാൻ കാരണം എന്ന് പുണ്യ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അത് മറഞ്ഞതല്ലേ? അപ്പൊ ദൃശ്യമായ ഈ ലോകത്തിന്റെ അപ്പുറം അദൃശ്യമായ പ്രതിഭാസങ്ങൾ അരങ്ങേറുന്നുണ്ട് എന്നുള്ള ഇസ്ലാമിക വിശ്വാസ സംഹിത ഇതിനെ നിഷേധിക്കുന്നവരാണ് വഹാബികൾ. അതേ ആശയതലത്തിലേക്ക് അനുയായികളെ കൊണ്ടെത്തിക്കാൻ വേണ്ടി തബ്ലീഗ് ജമാഅത്തിന്റെ മലയാള ബുദ്ധിജീവികൾ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. എന്താ പറയുന്നത്? ഇതിൽ പറയാ മആരിഫുൽ ഖുർആൻ എന്ന ഖുർആൻ ട്രാൻസ്ലേഷനിൽ ഫാത്തിഹ സൂറത്തിന്റെ 5ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. എന്താ പറയുന്നത് എന്നല്ലേ? അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ എന്നതാണ് മറ്റൊരു കാര്യം. ഇത് വിശദീകരണമർഹിക്കുന്ന ഒന്നാണ്. കാരണം ഭൗതിക കാര്യങ്ങളിൽ ഓരോരുത്തരും മറ്റുള്ളവരിൽ നിന്നും സ്വീകരിക്കേണ്ടി വരുന്ന ചില സഹായങ്ങളുണ്ട്. ഇതില്ലാതെ ഭൗതിക ജീവിതം തന്നെ അസാധ്യമാണ്. വസ്തുക്കളുടെ നിർമ്മാതാക്കൾ തങ്ങളുടെ നിർമ്മാണത്തിലൂടെ സൃഷ്ടികൾക്ക് സേവനം ചെയ്യുന്നു. തൊഴിലാളി, ആശാരി, കൊല്ലൻ തുടങ്ങിയവർ സൃഷ്ടികളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവർ ഇവരോട് സഹായം തേടുന്നതിന് നിർബന്ധിതരുമാകുന്നു. ഈ സഹായാഭ്യർത്ഥന ഒരു മതത്തിലും തടയപ്പെട്ടിട്ടില്ല. ഇത് അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ എന്നതിന് വിരുദ്ധവുമല്ല. അപ്പൊ എന്താ പറഞ്ഞത്? ഭൗതികത്തിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ പറയാ രണ്ടാമത്തേത് അഥവാ അഭൗതികമായത് സത്യവിശ്വാസികളെയും അവിശ്വാസികളെയും ഇസ്ലാമിനെയും കുഫറിനെയും വേർതിരിക്കുന്നതും വിഗ്രഹാരാധകർ ചെയ്തു വരുന്ന നിഷിദ്ധവും കുഫറുമാണെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ സഹായാഭ്യർത്ഥനയാണ്. എന്താ പറഞ്ഞത്? മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇമാം സുന്നയല്ലേ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന് പോവുകയാണ്. മരുഭൂമിയിൽ വഴിതെറ്റി അലഞ്ഞു നടക്കുകയാണ്. സഹായിക്കാൻ ആളില്ല, വിജനമായ ഭൂമിക. ആ ഘട്ടത്തിൽ അവർ അങ്ങോട്ട് വിളിച്ചു പറയുകയാണ്, യാ ഇബാദല്ലാഹ് ദുല്ലൂനി അലത്തരീഖ്. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ, എനിക്ക് വഴി കാണിച്ചു തരേണമേ. മറഞ്ഞ ശക്തികളോടുള്ള സഹായത്തേട്ടം, ഈ സഹായത്തേട്ടം ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, അത് അനിഷേധ്യരായ തൗഹീദി പ്രസ്ഥാനത്തിന്റെ ഇമാമിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, മുഹദ്ദിസീങ്ങളെല്ലാവരും നടത്തിയിട്ടുണ്ടെങ്കിൽ, സലഫുകളിൽപ്പെട്ട ഉലമാക്കൾ അവരുടെ ജീവിതത്തിൽ അത് ഫലപ്രദമാണെന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അക്കാര്യങ്ങൾ നമ്മുടെ ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഇവന്മാരെന്താ പറഞ്ഞത്? അതിനെപ്പറ്റി ഇവന്മാരെന്താ പറഞ്ഞത്? ഇവന്മാർ പറയുകയാണ് വിഗ്രഹാരാധകർ ചെയ്തു വരുന്ന നിഷിദ്ധവും കുഫറുമാണെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണത്. ഞാൻ ചോദിക്കട്ടെ തബ്ലീഗ് ജമാഅത്തുകാരനോട്, തബ്ലീഗ് ജമാഅത്തിന്റെ കേരളത്തിലുള്ള ബുദ്ധി കേന്ദ്രങ്ങളായ ആൾക്കാരുണ്ടല്ലോ, നിങ്ങളുടെ കോഴിക്കോട് ജില്ലയിൽപ്പെട്ട ആളുകളുണ്ടല്ലോ,
അവരോടൊക്കെ ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, ഖുർആനിന്റെ ഏത് ആയത്തിലാണ് ഇത് കുഫ്റാണെന്ന് പറഞ്ഞിട്ടുള്ളത്? പറയണം നിങ്ങൾ. ഇത് വിശ്വസിക്കുകയും ഇത് അനുയായികൾക്കിടയില് ജുഗൂപ്സാവഹമായി പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവന്റെ നിസ്കാരത്തിന് എന്ത് വിലയാണുള്ളത്? നോമ്പിനെന്ത് ശക്തിയാണുള്ളത്? ഹജ്ജിനെന്ത് കാര്യമാണുള്ളത്? ദാനധർമ്മത്തിനെന്ത് കാര്യമാണുള്ളത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ആലോചിക്കേണ്ടതല്ലേ? ഇതൊരു ഉദാഹരണമാണ്. രണ്ടാമത്തെ ഉദാഹരണത്തിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്റെ ഏതെങ്കിലും ഒരു സഹോദരനോട് ഒരു ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ആരോടാ ചോദിക്കുക? സിദ്ദീഖ് ഉസ്താദിനോടാണ്. നമുക്ക് നേരത്തെ പരിചയമുള്ള ആളായതുകൊണ്ട്. ഉസ്താദ് കുത്തുബിയത്ത് ചൊല്ലിയിട്ടുണ്ടല്ലോ? ചെല്ലിയിട്ടുണ്ട്. കുത്തുബിയത്ത് ചെല്ലുന്ന സമയത്ത് ഉസ്താദ് അള്ളാനെ മറന്നുപോയോ? പടച്ചോനെ മറന്നുപോയോ? ഇല്ല. എന്നാൽ തബ്ലീഗ് ജമാഅത്തുകാരൻ പറയുന്ന വാക്കൊന്ന് കേൾക്കണം. ഇതിലെന്താ പറയുന്നത്? മാഇദാസു അൻആം സൂറത്തിന്റെ 15 മുതൽ 21 വരെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് പറയാ, ഖേദകരമെന്ന് പറയട്ടെ, ഖുർആനിന്റെ വ്യക്തമായ പ്രഖ്യാപനവും ജീവിതകാലം അത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ അധ്യാപനങ്ങളും ഉണ്ടായിട്ടും പിന്നെയും ഈ സമുദായം വഴിതെറ്റുകയും അള്ളാഹുവിന് മാത്രമുള്ള അധികാരമെല്ലാം സൃഷ്ടികൾക്ക് വീതിച്ചു കൊടുക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇന്ന് മുസ്ലിങ്ങളിൽ ധാരാളം ആളുകൾ തനിക്ക് എന്തെങ്കിലും വിപത്തുകൾ എത്തുമ്പോൾ അള്ളാഹുവിനെ വിളിക്കുകയും അവനോട് സഹായം തേടുകയും ചെയ്യുന്നതിന് പകരം മറ്റു പലരെയും വിളിക്കുകയും അവരോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ പോലും അവർക്കുണ്ടാകുന്നില്ല. അപ്പൊ ഏറ്റവും വലിയ ഇസ്തിഹാസ കുത്തുബിയത്തല്ലേ? കുത്തുബിയത്താണല്ലോ നമ്മുടെ നാട്ടിൽ നടപ്പിലുള്ള ഏറ്റവും വലുത്. ആ കുത്തുബിയത്ത് ചെല്ലുന്ന എത്രയോ ആളുകളോട് ഞാൻ ഒരുപാട് മജ്‌ലിസുകൾ വെച്ചുകൊണ്ട്, ഒരുപാട് തബ്ലീഗ് ജമാഅത്തിന്റെ വിശദീകരണം നടത്തുന്ന ഒരുപാട് പ്രസംഗവേദികളിൽ ഞാൻ സദസ്യരോട് ചോദിച്ചിട്ടുണ്ട്, ഈ നാട്ടിൽ കുത്തുബിയത്ത് നടത്തിയപ്പോൾ നിങ്ങൾ അള്ളാനെ മറന്നോ, പടച്ചോനെ മറന്നിട്ടാണോ നിങ്ങൾ നടത്തിയത് എന്ന് ചോദിച്ചപ്പോൾ ആൾക്കാർ പറയേ അങ്ങനെയൊന്നുമില്ലല്ലോ. എന്നാ ഇവർ പറഞ്ഞെന്താ? അള്ളാനെ പറ്റിയുള്ള ഓർമ്മ പോലും അവർക്കില്ല. ഈ കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? കുത്തുബിയത്തിന്റെ സമാരംഭം എങ്ങനെയാ? അൽഹംദുലില്ലാഹി ഹംദൻ എന്ന് പറഞ്ഞിട്ടല്ലേ കുത്തുബിയത്ത് തുടങ്ങുന്നത്? കുത്തുബിയത്തിന്റെ സമാപനം എങ്ങനെയാണ്? യാ അല്ലാഹു യാ അല്ലാഹ് ഫർരിഹ്നാ ബിന്നൂബ, യാ അല്ലാഹ് യാ അല്ലാഹ് ഫർരിജ്നാ മിൻ വാബ ബിസുൽത്താൻ മുഹിയുദ്ദീൻ ഉൻസുർനാ യാ അല്ലാഹ് അജ്ജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ്. അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മ കൊണ്ട് സമാപിക്കുന്ന കുത്തുബിയത്തില് അത് നിർവഹിക്കുന്ന ആളുകൾ പടച്ച തമ്പുരാനെ മറന്നുവന്നോ? ഈ ആക്ഷേപം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഈ ആരോപണം നിങ്ങൾ എവിടുന്ന് പകർത്തി? ഇത് നിങ്ങൾ പകർത്തിയത് നിങ്ങളുടെ ആചാര്യന്മാരായ ഇസ്മായിൽ ദഹ്ലവിയിൽ നിന്നാണ് ഞങ്ങൾക്കറിയാം. അതുപോലെ തന്നെ റഷീദ് അഹമ്മദ് ഗംഗോഹിയിൽ പോലുള്ള ആളുകളിൽ നിന്നാണ് ഞങ്ങൾക്കറിയാം. അവർക്കിത് എവിടുന്ന് കിട്ടി? അത് സാക്ഷാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൽ നിന്നാണ് എന്ന് ഞങ്ങൾക്കറിയാം. അല്ലേ? ഇത് ചെറിയ വിഷയമാണോ സുഹൃത്തുക്കളെ? എവിടെയാണ് തബ്ലീഗ് ജമാഅത്തിന് അബദ്ധം? ഞാൻ അതിന്റെ പട്ടികയിൽ നിന്ന് വിലപ്പെട്ടത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ, മുഴുവൻ പറയുന്നില്ല. ഇനി തന്നെ ഈ ഖുർആൻ പരിഭാഷ ഓരോന്നോരോന്ന് നമ്മൾ വായിക്കുകയാണെങ്കിൽ എത്ര കാര്യങ്ങളുണ്ട്. ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. മക്കാ മുശ്രിക്കുകൾ തങ്ങളുടെ വിഗ്രഹത്തിന്റെ നാമത്തിൽ അറുക്കാറുണ്ടായിരുന്നു. വിവരമില്ലാത്ത ചിലർ ശൈഖന്മാരുടെ പേരിൽ അറുക്കാറുണ്ട്. ഇത് നിഷിദ്ധവും വ്യക്തമായ ശിർക്കുമാണ്. റബീഉൽ ആഖിർ മാസത്തിൽ മുഹിയുദ്ദീൻ ശൈഖിന്റെ പേരിൽ മൃഗത്തറുക്കുന്നവരുണ്ട്. റമദാൻ മാസത്തിൽ ബദരീങ്ങളുടെ പേരിൽ അറുക്കും. റബീഉൽ അവ്വൽ മാസത്തിലോ റസൂലുള്ളാഹിയുടെ പേരിൽ അറുക്കും. നമ്മളെ വീട്ടിലൊരു കുട്ടി ജനിച്ചാലോ കുട്ടിന്റെ പേരിൽ അറുക്കും. ഇതൊക്കെ ശിർക്ക. അറിവ് അള്ളാഹുവിന്, അതിന്റെ ഗുണഭോക്താവ് ഈ പറയപ്പെട്ട ആൾക്കാര് എന്നല്ലേ നമ്മളെ മനസ്സിലുള്ളത്. അല്ലാതെ നമ്മൾ ആരെങ്കിലും അറുക്കുന്ന സമയത്ത് ദാ മുഹിയുദ്ദീൻ ശൈഖിന്റെ പേര് കൊണ്ട് അറുക്കുന്നു എന്ന് പറഞ്ഞാൽ അറുക്കലുണ്ടോ? ആരെ പേരിലാണെങ്കിലും നമ്മളെന്താ ചെല്ലല്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലേ? എന്നിട്ട് ഈ തൗഹീദിന്റെ അചഞ്ചലമായ ആശയം മുറുകെ പിടിക്കുന്ന ഉത്തമ സമുദായമായ ഇസ്ലാമിക സമൂഹത്തെ കൊന്നനം കാണിക്കാൻ വേണ്ടി, ഈ ഇസ്ലാമിക സമൂഹത്തെ അപവാദം പ്രചരണം നടത്താൻ വേണ്ടി തബ്ലീഗ് ജമാഅത്തുകാരന്റെ ഖുർആൻ പരിഭാഷയുടെ മലയാള വരികളല്ലേ എന്റെ മുഅ്മിനീങ്ങളെ വായിച്ചത്? ഇത് അംഗീകരിക്കാൻ പറ്റുമോ?
ഞാൻ അതിന്റെ തെളിവുകളിലേക്കോ മറ്റോ കടക്കുന്നില്ല. കാരണം ഇവിടെ തെളിവ് പറയേണ്ട സ്ഥലമല്ല. തബ്ലീഗ് ജമാഅത്തിന്റെ പ്രശ്നങ്ങൾ എന്താണ്, അവർക്കുള്ള കുഴപ്പമുണ്ട്. സമസ്ത വെറുതെ ഇങ്ങനെ അധികാരമോഹത്തിന് വേണ്ടി അല്ലെങ്കിൽ കാലിന്റെ ചോട്ടിൽ നിന്ന് അണികൾ ഒലിച്ചു പോകുന്നതിന് ഭയപ്പെട്ടതിന് വേണ്ടി തീരുമാനമെടുത്തതാണ് എന്നാണോ സത്യം? എന്താണ് സത്യം എന്നുള്ളത് വിലയിരുത്താൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനൊക്കെ കാലിന്റെ ചോട്ടിൽ നിന്ന് ആൾക്കാർ ഒലിച്ചു പോകുന്ന പേടിയൊന്നുമില്ല. ആൾക്കാർ പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ, ഹക്കിന്റെ പേരിൽ നിൽക്കണം എന്നുള്ള അല്ലേ. ഒരിക്കൽ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരും കണ്ണിയത്ത് ഉസ്താദും തമ്മിൽ ഒരു മസ്അലയിൽ പ്രശ്നമുണ്ടായി. പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പ്രശ്നമല്ല കേട്ടോ, ഒരു തർക്കമുണ്ടായി. പണ്ഡിതന്മാരുടെ ആരോഗ്യപരമായ തർക്കം. അപ്പൊ ആ സമയത്ത് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, കണ്ണിയത്ത് അഹമ്മദ് സത്യം പറഞ്ഞു, കുത്തുബി പഴച്ചുപോയി എന്ന് പറഞ്ഞു. പഴച്ചു എന്ന് പറഞ്ഞ മസലയിൽ ഈ മസല കുത്തുബിക്ക് പഴച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഒരു ചെറിയ മസലയാണ്, ചെറിയ മസല. ഈ വിവരം കുത്തുബി ഉസ്താദ് അറിഞ്ഞു. കുത്തുബി ഉസ്താദ് ആളുകളോട് പറഞ്ഞയച്ചു, കണ്ണിയത്ത് അഹമ്മദിനോട്. കണ്ണിയത്ത് അഹമ്മദ് എന്ന് പറയാൻ കാരണം കുത്തുബി ഉസ്താദിന്റെ ശിഷ്യനാ. കണ്ണിയത്ത് അഹമ്മദിനോട് പോയി പറയണം, ദാ ഇങ്ങനെയാണ് മസല ഉള്ളത്, അതിന്റെ തെളിവിന്നതാ, പോയി പറയണം എന്ന് പറഞ്ഞു. ആൾക്കാർ പോയി പറഞ്ഞു. കണ്ണിയത്ത് ഉസ്താദിന് ബോധ്യപ്പെട്ടു. ഉടനെ കണ്ണിയത്ത് ഉസ്താദ് പരസ്യമായി പറഞ്ഞു, എന്റെ ഉസ്താദ് കുത്തുബി തങ്ങൾ പറഞ്ഞത് ശരി തന്നെ. കണ്ണിയത്ത് പയച്ചുപോയി. കണ്ണിയത്ത് അഹമ്മദ് പയച്ചുപോയി. നമ്മൾ ആരെങ്കിലും അങ്ങനെ പറയോ? അങ്ങനെ പൊതുവേദിയിൽ വെച്ചുകൊണ്ട് പരസ്യമായി പ്രഖ്യാപിക്കാൻ പടച്ചോനെ പേടിയുള്ള ആൾക്കാരാണ് കണ്ണിയത്ത് ഉസ്താദിനെ പോലത്തെ ആൾക്കാർ. അവരാണ് ഈ പറയുന്നത്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, നബിദിനാഘോഷത്തെ പറ്റി എന്താ നമ്മളെ ഇമാമിയങ്ങൾ പറഞ്ഞത്? നബിദിനാഘോഷത്തിൽ ഇടപെട്ട മുഴുവൻ ആളുകളും എന്താ പറഞ്ഞത്? നബിദിനാഘോഷം നല്ല ആചാരം, അത് പുണ്യാർഹമായ ആചാരമാണ് എന്നല്ലേ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാഥമികത വിവരിച്ചു കൊടുക്കുന്ന, അവിടുത്തെ ഔവലിയ്യത്തിനെ കുറിച്ച് നിർവചിച്ചു കൊടുക്കുന്ന നബിദിനാഘോഷം. ആ നബിദിനമാഘോഷം അതുകൊണ്ട് തന്നെ പുണ്യകർമ്മമാണ് എന്ന് എല്ലാ ഇമാമിങ്ങളും ഫത്വ ചെയ്തപ്പോൾ തബ്ലീഗ് ജമാഅത്തുകാരന്റെ ഉള്ളിലിരിപ്പിതാ പുറത്തു ചാടാൻ പോവുകയാണ് മലയാള ഭാഷയിൽ. എന്താണ് അവർ പറയുന്നത്? രണ്ട് പ്രധാനപ്പെട്ട ആരോപണമാണ് പറയുന്നത്. രണ്ടും ഗൗരവപ്പെട്ടതാണ്. ഒന്ന്, നബിദിനാഘോഷം ജാഹിലിയ ആചാരമാണ്. ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അബൂജഹലിന്റെയും കൂട്ടുകാരുടെയും ആചാരങ്ങളെ പറ്റിയല്ലേ ജാഹിലിയാക്കൾ എന്ന് പറയാറുള്ളത്? അതേ ആരോപണമാണ് ഇതിൽ പറഞ്ഞത്. രണ്ട് ക്രൈസ്തവരിൽ നിന്ന് നമ്മൾ കടം പറ്റിയതാണ് നബിദിനാഘോഷം. നഊദു ബില്ലാഹ്. ഇത് രണ്ടും പറയുന്നത് ഇവിടുത്തെ വഹാബികൾ പറയാറുണ്ട്. മുജാഹിദീങ്ങൾ സാധാരണ പെരുമ്പറ നടത്താൻ കുമ്പസരിക്കാറുണ്ട്. പക്ഷേ ഈ കുംഭസാരത്തിന്റെ അപ്പോസ്തലന്മാരായി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് തബ്ലീഗുകാരാ. ഇതിലെന്താ പറയുന്നത്? യേശുക്രിസ്തുവിന്റെ ജന്മദിനത്തെ ക്രൈസ്തവർ പെരുന്നാൾ ദിനമായി കൊണ്ടാടി. അതിനെ മാതൃകയാക്കി റസൂലുള്ളാഹിയുടെ ജന്മദിനം എന്ന പേരിൽ ചിലർ ഒരു ആഘോഷ ദിനമാക്കി. നോക്കണം, തീർന്നില്ല. ഇതിൽ പറയാ അത് ജാഹിലിയ ആചാരങ്ങളുടെ തുടർച്ചയായി നബിയും സ്വഹാബത്തും തള്ളിക്കളഞ്ഞിരിക്കുന്നു. അപ്പൊ എന്താ പറഞ്ഞത്? നബിദിനാഘോഷം ജാഹിലിയ ആചാരമാണ്, അത് ക്രൈസ്തവരുടെ രീതിയാണ്. ക്രിസ്ത്യാനികളെ ഇത് നമ്മൾ കടമെടുത്തതാണ്. ചരിത്രബോധമുണ്ടോ ഈ പറഞ്ഞത്? ചരിത്രബോധം കൊണ്ടാണോ ഈ പറഞ്ഞത്? തെളിവിന്റെ പിൻബലത്തിലാണോ ഈ പറഞ്ഞത്? ഈ വഹാബിസത്തിന്റെ പച്ചക്കള്ളം ആവർത്തിച്ചു പറയുക എന്ന ഗീബൽസിയൻ തന്ത്രമല്ലേ തബ്ലീഗ് ജമാഅത്തുകാരൻ പയറ്റിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ഉദാഹരണങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ പരിഭാഷ സമ്പൂർണമായി വായിച്ചാൽ എത്രയോ കാര്യങ്ങൾ ഇനിയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് വിരമിക്കുകയാണ്. തബ്ലീഗ് ജമാഅത്തുകാരന്റെ 2014 ഫെബ്രുവരിയിലക്കം അൽബലാഗ് മാസികയാണ് എന്റെ കയ്യിലുള്ളത്. ഈ അൽബലാഗ് മാസികയുടെ 33-ാമത്തെ പേജിൽ ഒരു ലേഖനമുണ്ട്. എന്താണ് ലേഖനം? 34-ാമത്തെ പേജിൽ അല്പം ചില നബിദിന ചിന്തകൾ. എന്താണ് ആ ചിന്ത എന്നറിയോ? ഇതിൽ പറയുന്നത് ആഘോഷിക്കാതിരിക്കലാണ് ഉത്തമം, വിശേഷിച്ചും അവിടുന്ന് വഫാത്തായത് അന്നല്ലേ. അപ്പൊ നബി വഫാത്തായത് 12-നായതുകൊണ്ട് ആഘോഷിക്കാതിരിക്കുകയാണ് വേണ്ടത്. കാരണം വഫാത്തിന്റെ ചിന്തകൾ ഇങ്ങനെ വരുമ്പോ ദുഃഖം ഇങ്ങനെ വരൂലേന്ന. ദുഃഖം വരുമ്പോ ഇസ്ലാമിന്റെ വഴി എന്താ?
ദുഃഖം വരുമ്പോ ഇസ്ലാമിന്റെ വഴി എന്താ? ക്ഷമ പുലർത്തിക്കൊണ്ട് അതിനെ ഒതുക്കണമെന്നല്ലേ, അത് അടക്കി വെക്കണമെന്നല്ലേ? അതേ സമയത്ത് നിഅ്മത്ത് വരുമ്പോൾ എന്താണ്? നിഅ്മത്ത് വരുമ്പോൾ അതിന് നന്ദി രേഖപ്പെടുത്തണം, അതിനുള്ള സന്തോഷം വെളിപ്പെടുത്തണം എന്നല്ലേ ഇസ്ലാമിന്റെ നിയമം? അപ്പൊ റസൂലുള്ള വഫാത്തായതിന്റെ ദുഃഖം പേറിയിട്ട് കൊല്ലം കൊല്ലം ഇങ്ങനെ നടക്കുകയെന്നാ? എന്താണ് ഈ പറയുന്നത്? തലക്ക് വെളിവുണ്ടെങ്കിൽ അത് പറയാൻ പറ്റുമോ? തലക്ക് വെളിവുള്ളവരത് പറയോ? ഇസ്ലാമിലെ ദുഃഖത്തിന്റെ ആചരണം സ്ത്രീകൾക്ക് മാത്രമേ ബാധകമുള്ളൂ. അവരുടെ ആക്കം മരിച്ചാൽ 4 മാസവും 10 ദിവസവും എന്ന് പറഞ്ഞൊരു ആചരണം മാത്രമേ ഇസ്ലാമിലുള്ളൂ. അതിനപ്പുറമുള്ള ഒരു ദുഃഖാചരണം ഇസ്ലാമിലില്ല. ദുഃഖത്തെ ആചരിക്കുന്ന ഏർപ്പാട് ഇസ്ലാമിലില്ല. ദുഃഖം അണപൊട്ടി ഒഴുകുമ്പോൾ സ്വമേധയാ വന്നു പോകുന്ന ദുഃഖത്തിന്റെ കണ്ണുനീർ അത് മാനുഷികമാണ്, അത് തക്ലീഫിന്റെ ഉള്ളിലുള്ള കാര്യമല്ല, അത് അള്ളാഹുവിന്റെ കീർത്തനങ്ങൾക്ക് പുറത്തുള്ള കാര്യമാണ്. അതുകൊണ്ടത് അനുവദനീയമാണ്. പക്ഷെ അത് കൊല്ലം ആഴ്ചതോറും അതിങ്ങനെ ആചരിക്കുക എന്നുള്ള ഏർപ്പാട് ഇസ്ലാമിൽ ഇല്ല. എന്നിട്ടും എന്തേ തബ്ലീഗ് ജമാഅത്തുകാരൻ 2014 കഴിഞ്ഞ വർഷത്തിലെ ഫെബ്രുവരി ലക്കത്തിലെ റബീഉൽ അവ്വൽ മാസത്തിലെ അൽബലാഗ് മാസികയിൽ ഈ എഴുതിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അറിയാത്തവര് വിചാരിക്കും തബ്ലീഗ് എന്താ കുഴപ്പം ഇങ്ങനെ ചോദിക്കും. പക്ഷേ ഇതിന്റെ ഉള്ളിലേക്ക് നിങ്ങളൊന്ന് വരണം. തീർന്നില്ല. ഇനി തബ്ലീഗ് ജമാഅത്തുകാരൻ 2014 സായം സന്ധ്യയിൽ പ്രസിദ്ധീകരിച്ച ഈ കനപ്പെട്ട പുസ്തകം, ഇതിലെന്താ ഉള്ളത്? അത് ഞങ്ങൾ ആൾക്കാർ എഴുതിയതല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലുള്ള തബ്ലീഗ് ജമാഅത്തിന്റെ എല്ലാ ബുദ്ധി കേന്ദ്രങ്ങളും ഇതിൽ അണിനിരന്നിട്ടുണ്ട്. അബ്ദുൽ ഖൈർ മൗലവിയുണ്ട്, അബ്ദുൽ കരീം മൗലവിയുണ്ട്, സകല മൗലവിമാരുണ്ട്. ഒരാൾക്കും ഒഴിഞ്ഞു മാറാൻ പറ്റൂല. എന്താണ് ഈ പുസ്തകത്തിൽ അഹ്ലുസുന്നക്ക് നിരക്കാത്ത വല്ലതും ഉണ്ടോ? ഇല്ലേ? നമുക്ക് പറയാം. സാധാരണ തബ്ലീഗുകാർ പറയും ഞങ്ങൾക്ക് ഈ സമസ്ത എന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയ ശൈലിയാണ്, അതുകൊണ്ടാണ് സമസ്ത രജിസ്റ്റർ പ്രസ്ഥാനമായി പ്രവർത്തിക്കുന്നത് എന്നൊക്കെ അവർ പറയാറുണ്ട്. തബ്ലീഗ് ജമാഅത്ത് സംഘടനയല്ല. എന്നാൽ സമസ്തകല ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ ആളുകൾ സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. അതല്ല രസം. ഈ ഇതിന്റെ പേരെന്താണെന്നറിയോ? ദയൂബന്ദ് പണ്ഡിതർ നവോത്ഥാന ശില്പികൾ എന്നാണ്. ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇന്ത്യ മഹാരാജ്യം മുസ്ലിമീങ്ങളുടെ സുവർണ മേഖലയായി പരിലസിക്കുന്ന ഘട്ടത്തിൽ ബ്രിട്ടീഷ് ആധിപത്യം രാജ്യത്ത് വരികയും മുസ്ലിമീങ്ങൾ അധപ്പതനത്തിലേക്ക് പോവുകയും ചെയ്തപ്പോൾ മുസ്ലിമീങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച നവോത്ഥാനത്തിന്റെ ശില്പികൾ ഉത്തരേന്ത്യയിലുള്ള ദയൂബന്ധുകാരായ പണ്ഡിതന്മാരാണ് എന്നാണ് ഇതിലാകെ സമർത്ഥിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് ഒരു ദയൂബന്ദി ആലിമീങ്ങൾ മാത്രമല്ലുള്ളത്. ഡക്കാനിലുള്ള ആലിമീങ്ങളുണ്ട്, മദ്രാസിലുള്ള ആലിമീങ്ങളുണ്ട്, പൊന്നാനിയിലുള്ള ആലിമീങ്ങളുണ്ട്, ഗുജറാത്തിലുള്ള ആലിമീങ്ങളുണ്ട്. ഇങ്ങനെ രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിലുള്ള പണ്ഡിത കൂട്ടായ്മകൾ ചരിത്രത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. ഒരു ദയൂബന്ദി പണ്ഡിതന്മാർ മാത്രമൊന്നല്ലുള്ളത്. പക്ഷെ ഈ പുസ്തകം വായിച്ചാൽ തോന്നിപ്പോകും ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ നവോത്ഥാനവും ദയൂബന്ദികളാ നടത്തിയത് എന്ന്. അതാണ് ഇതിൽ അവകാശപ്പെടുന്നത്. അത് അവരുടെ അവകാശവാദമായിക്കോട്ടെ, അതൊരു ചരിത്രപരമായ വൈകല്യം എന്നേ നമ്മൾ വിലയിരുത്തുന്നുള്ളൂ. നമ്മൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. പക്ഷേ അതിന്റെ പേരിൽ ഇവരെന്തൊക്കെയാണ് പറയുന്നത് എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ പുസ്തകത്തിന്റെ 141-ാമത്തെ പേജിൽ നിങ്ങളൊന്ന് വായിക്കണം. എന്താണ് ഈ പുസ്തകത്തിൽ പറയുന്നത്? നദ്വത്തുൽ ഉലമ എന്ന പേരിൽ ഇന്ത്യൻ പണ്ഡിതരുടെ ഒരു ഔദ്യോഗിക സംഘടന രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തിൽ നടത്തപ്പെട്ട സമ്മേളനം വൻ വിജയകരമായി തീരുകയും ആ സംഘടന നിലവിൽ വരികയും ചെയ്തു. നദ്വത്തുൽ ഉലമ എന്ന സംഘടന നിലവിൽ വന്നു എന്നാണ്. അപ്പൊ ഞങ്ങൾക്ക് സംഘടന ഒന്നുമില്ല, സംഘടന എന്നുള്ള വിഷയത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങൾ ജമാഅത്താണ്, ഞങ്ങൾ ജംഇയ്യത്തല്ല എന്ന് പറഞ്ഞു കാണ്ട് തട്ടിപ്പ് പറയുന്ന ആൾക്കാരില്ലേ? അപ്പൊ നമ്മളെ നാട്ടിലുള്ള സാധുക്കളായ ആൾക്കാർ വിചാരിക്കും അതിലൊരു കാര്യല്ലേ. പക്ഷേ ഇത് ആട്ടുംതോലണിഞ്ഞ ചെന്നായയാണ് ഈ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആട്ടുംതോലണിഞ്ഞ ചെന്നായയാണ് ഈ സംസാരിക്കുന്നതെന്നും ഇതിന്റെ തോല് ഉരിഞ്ഞ ആൾ കാണുന്നത് സാക്ഷാൽ ചെന്നായയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ
എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സംഘടനയുടെ സ്ഥാപനത്തെ പ്രശംസിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പൊ ഇവർക്ക് സംഘടനയല്ല, സംവിധാനമല്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിൽ പറഞ്ഞാൽ വില പോവില്ല. വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അവർ പറയുന്ന മറ്റൊരു വാക്കാണ്, ഞങ്ങൾക്ക് വാദപ്രതിവാദങ്ങളൊന്നുമില്ല, ഖണ്ഡനങ്ങളില്ല, മണ്ഡലങ്ങളില്ല, സ്റ്റേജ് കെട്ടി വിശദീകരണങ്ങളില്ല, ഒന്നുമില്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ എന്ന് പറയുന്ന ആൾക്കാര്. ഈ പുസ്തകത്തിന് 47, 49 പേജുകൾ എന്താ പറഞ്ഞത്? എപ്പോ വായിച്ചേരാ? എന്താ പറഞ്ഞത്? ഇതിൽ പറയാ, സമുദായത്തിന്റെ ഈമാനും ഇബാദത്തും സംരക്ഷിക്കപ്പെടേണ്ടുന്ന നിർബന്ധ ബാധ്യത ഉലമാക്കളുടെ മേൽ പൈതൃകമായും പ്രവാചക ചര്യയിലൂടെ തുടർച്ചയായി അള്ളാഹു ഏൽപ്പിച്ചതുമാണ്. ഈ കർമ്മനിർവഹണത്തിന് വേണ്ടി ദേവന്തിലെ ഉലമാക്കൾ അരയും തലയും മുറുക്കി കർമ്മനിരതരായി വാദപ്രതിവാദത്തിലൂടെയും ഖണ്ഡനങ്ങളിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെയും പ്രസംഗം, പ്രബോധനം, പ്രസിദ്ധീകരണം തുടങ്ങിയ എല്ലാ മാർഗങ്ങളിലൂടെയും വ്യാജസൂഫികൾക്കും ചൂഷണ പണ്ഡിതന്മാർക്കുമെതിരിൽ അവർ സജീവമായി കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചു പ്രവർത്തിച്ചു എന്നാ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾക്ക് വാദപ്രതിവാദമല്ല, ഖണ്ഡനമണ്ഡനമല്ല, സംവാദമല്ല എന്ന് പറയുന്ന ആൾക്കാരെ ഇതിന്റെ 47-ാമത്തെ പേജിലെ 2ാമത്തെ പാരഗ്രാഫാണ് ഞാൻ വായിച്ചത്. എന്താ? വാദപ്രതിവാദങ്ങളിലൂടെ, ഖണ്ഡനമണ്ഡനങ്ങളിലൂടെ സജീവമായി കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചു എന്നാ പറഞ്ഞത്. ചെറിയ ആഞ്ഞടിക്കലൊന്നല്ല, കൊടുങ്കാറ്റ്. നമ്മളെ നേപ്പാളിലൊക്കെ ഭൂകമ്പം ഉണ്ടായില്ലേ, എന്നതുമായിരിക്കത്തെ കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചു എന്നാ പറഞ്ഞത്. 47-ാമത്തെ പേജിലാണ് പറഞ്ഞത്. ഇനി 49-ൽ എന്താ പറയണത്? 49-ൽ പറയുകയാണ്, എന്താ പറയണത്? തൗഹീദിന്റെയും ഉലൂഹിയത്തിന്റെയും അറിവുകൾ നൽകുന്ന ബോധവൽക്കരണവുമായി വാദപ്രതിവാദങ്ങളും ബോധന ക്ലാസുകളും. ബഹുമാന്യനായ മുസ്തഫ അസ്റഫി ഉസ്താദ് എത്തിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇവിടെ കസേരകൾ, ഒരു 2-3 കസേര, 3 കസേര അവിടെ ഉണ്ടല്ലോ, അവിടെ ഇരുന്നാൽ മതി. ആർക്ക് ചോദ്യം ചോദിക്കാനുള്ള ആൾക്കാർ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും എതിർക്കാനുണ്ടെങ്കിൽ അവിടെ നല്ല നിലക്കുള്ളൂ, നല്ല സദസ്സാണ്. അല്ലാതെ ഇവിടെ ആകെപ്പാടെ കുട്ടിച്ചോറാക്കണം എന്നൊക്കെ വിചാരിച്ചു കാണുന്ന ആരെങ്കിലും വരികയാണെങ്കിൽ അതൊന്നും ഒരു ശരിയായ രീതിയല്ല. നേർക്കുനേരെ സഹോദര ബുദ്ധ്യ കാര്യങ്ങളെ മനസ്സിലാക്കണമെന്ന ചിന്തയോടുകൂടി ആഗ്രഹിക്കുന്ന ആളുകൾ അവര് ഇവിടെ വരണമെന്നാണ് പ്രത്യേകമായി ഉണർത്താനുള്ളത്. ഇതിൽ പറഞ്ഞെന്താ? വാദപ്രതിവാദങ്ങളും ബോധന ക്ലാസുകളും ഗ്രന്ഥരചനകളുമായി ദാറുൽ ഉലൂമിന്റെ അനേകായിരം ദായികളായ മഹാപണ്ഡിതന്മാർ ഈ ചൂഷക സന്യാസിമാരായ വ്യാജ സൂഫികൾക്കെതിരിൽ ശക്തമായി അടരാടി. അപ്പൊ വാദപ്രതിവാദം ഞങ്ങൾ നടത്താറില്ല എന്നൊന്നും പറയണ്ട. തബ്ലീഗ് ജമാഅത്തുകാര് അടരാടിയ വാദപ്രതിവാദമായി പറഞ്ഞത്, അടരാടിയ വാദപ്രതിവാദം. മനസ്സിലായില്ലേ? പിന്നെ ഇതിൽ പറയുന്നത് എന്താണ്? ഇതിലിങ്ങനെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ കേൾക്കുന്ന അലിയാർത്ഥങ്ങളെ മദ്ഹായിട്ട് പറയുന്ന ഹദീസില്ലേ, അനമദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ, ആധ്യാത്മിക വിജ്ഞാനത്തിന്റെ പട്ടണമാണു ഞാൻ, ആ പട്ടണത്തിലേക്കുള്ള കവാടമാണ് അലിയുബ്നു അബീ ത്വാലിബ് എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ ഹദീസ് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. പക്ഷേ ഈ പുസ്തകത്തിന്റെ 111-ാമത്തെ പേജില് എന്താ പറഞ്ഞതെന്നറിയോ? ഷിയാക്കൾ കെട്ടിച്ചമച്ച പലതും ഹദീസുകളായി യാതൊരു തത്വദീക്ഷയും കൂടാതെ നമ്മുടെ മതവേദികളിൽ മുഴങ്ങി കേൾക്കാറുണ്ട്. ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണ്, അലി അതിന്റെ കവാടമാണ് എന്ന ഹദീസ് ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഈ ഹദീസ് ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്തതാണ്. ഹാദാ ഹദീസുൻ സ്വഹീഹുൽ ഇസ്നാദ് വലം യുഖർരിജാഹു. ഈ ഹദീസ് പ്രബലമായ ഹദീസാണെന്ന് ഇമാം ഹാക്കിം റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ മുസ്തദ്റക്കിൽ പറയുമ്പോ എന്താ അവർ പറഞ്ഞത്? ഇത് ഷിയാക്കൾ കെട്ടിച്ചമച്ച ഹദീസാണ്. ഇത് പറയുന്നതാരാ? തബ്ലീഗ് ജമാഅത്തുകാരനാ പറയുന്നത്. എവിടെയാ പറയുന്നത്? അവരുടെ ഗ്രന്ഥത്തിലാ പറയുന്നത്. 111-ാമത്തെ പേജിലാണ് ഈ വിഷയം പരാമർശിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഇസ്തിഗാസയെ സംബന്ധിച്ച് എന്താ പറയുന്നതെന്നറിയോ? തവസ്സുല്, ഷിയായിസം, പുണ്യം തേടി മഹാന്മാരുടെ ഖബർ സിയാറത്ത്, അതൊക്കെ ഷിയായിസമാണ്. ഇതിന്റെ 112-ാമത്തെ പേജ് ഞാനൊന്ന് വായിച്ചുതരാൻ സുബിഹി വരെ വായിച്ചു തരേണ്ടത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾക്കെതിരില് 2014 ഒരു കൊല്ലം പൂർത്തിയായിട്ടില്ല. 2014 മലയാളക്കരക്ക് സമ്മാനമായി നൽകിയ തബ്ലീഗിന്റെ ഈ പുസ്തകത്തിൽ എന്തെല്ലാം പരാമർശങ്ങളുണ്ടെന്ന് വിശദീകരിക്കാനോ അല്ലെങ്കിൽ വായിക്കാൻ
സുബിഹി വരെ ചെലവൂർക്കാര് ചെലവ് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കാം. തയ്യാറുണ്ടോ? ഇതിലെന്താ പറഞ്ഞത്? മഹാന്മാരെ മധ്യവർത്തികളാക്കി പ്രാർത്ഥിച്ചാലേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന മൂഢവിശ്വാസം സുന്നി ബഹുജനങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിൽ ഷിയാക്കൾ എത്രമാത്രം വിജയിച്ചു എന്ന് ആലോചിക്കുക. സുന്നികളുടെ അഖീദാ ഗ്രന്ഥങ്ങളിലൊന്നും ഇങ്ങനെ ഒരു ആദർശം പഠിപ്പിക്കുന്നില്ല. ആഹാ, ഞാൻ ഈ എടുത്തുവെച്ച ഈ പേപ്പറുകൾ എന്താണെന്നറിയോ? ഇന്നലെ ഉദിരമ്പൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രസംഗിക്കാൻ ഉപയോഗിച്ച പേപ്പറാ. ഇസ്തിഗാസക്കും തവസ്സുലിനുള്ള തെളിവുകളാണ് ഇതിൽ പറയുന്നത്. എന്നിട്ട് ഇതിൽ പറയാ സുന്നിയാളെ കിതാബിലൊന്നുമില്ല. ഇത് വായിച്ചുകൊണ്ട് ഇതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന അനേകായിരം തബ്ലീഗ് ജമാഅത്തുകാർ നമ്മുടെ നാട്ടിലില്ലേ? അവർ ഈ കാര്യം ആലോചിക്കേണ്ടതല്ലേ? നിങ്ങൾ നോക്കൂ, പിന്നെ എങ്ങനെയാണത് അവരുടെ മുഖ്യ ചർച്ചാ വിഷയമായത്? പുണ്യം തേടി മഹാന്മാരുടെ ഖബറുകൾ സന്ദർശിക്കുന്ന പരിപാടി ഷിയാ സമ്പ്രദായമത്രേ. ഷിയ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ ഇറാനിലുള്ള ആൾക്കാരാണ്. ബോംബെയിൽ അവരുടെ അലകളുണ്ട്, ജമ്മു കാശ്മീരിലുണ്ട്, കേരളത്തിൽ കാണുന്നില്ല. ഷിയാക്കളെ വിശ്വാസങ്ങൾ വളരെ പിഴച്ചതാണ്. ജിബ്രീൽ അലി ഇസ്ലാം വഹിയുമായിട്ട് അലിയാർ തങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോ വഴിമാറിയിത്രേ. അങ്ങനെ വജ്ജറിയാതെ പോയി ഹിറാഗുയിൽ ചെന്ന് ചാടി. അപ്പൊ അവിടെ മുഹമ്മദ് നബി ഇരിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും കിടക്കട്ടെ, ഇനി അലിയാർ തങ്ങളെ തരാൻ നേരല്ല എന്നും പറഞ്ഞുകാണ്ട് മുഹമ്മദ് നബിക്ക് കൊടുത്തുകാണ്ട് ആകാശത്തേക്ക് പോയി എന്ന് പറയുന്ന ആൾക്കാരാണ് ഷിയാക്കള്. ആ ഷിയാക്കളാണ് ഇത്ര ഇതൊക്കെ ഉണ്ടാക്കിയത്. എന്നിട്ട് പറയാ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി വായിക്കാൻ പോകുന്ന ആ ഒരു വാക്ക് നിങ്ങൾ ശരിക്കും ആലോചിക്കണം. ഞാൻ ചെലവൂർക്കാരോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളെ മഹല്ലിൽ മക്ബറയില്ലേ, ഖബർസ്ഥാനില്ലേ? ആ ഖബർസ്ഥാനെ പറ്റി നിങ്ങൾ എന്താ പറയല്? ഖബർസ്ഥാൻ എന്നാ പറയല് അതോ കുഴിമാടങ്ങൾ എന്നാ പറയല്? എന്താ പറയല്? നിങ്ങളെ മാപ്പാരെ ഖബറിനെ പറ്റി കുഴിമാടെന്നാ പറയല്, ഖബർസ്ഥാൻ എന്നാ പറയല്? കുഴിമാടെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളെ വല്യപ്പാര് മരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ച് നിങ്ങൾ ശവങ്ങൾ എന്ന് പറയുമോ? പറയോ? എന്നാ തബ്ലീഗ് ജമാഅത്തുകാരൻ എന്താ പറഞ്ഞത്? മഹാന്മാരുടെ ഖബറുകളെ പറ്റി ശവകുടീരങ്ങൾ. ശവകുടീരങ്ങൾ ഇതിൽ പറയാ, ശവകുടീരങ്ങൾ. ഞാൻ വായിച്ചത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് നോക്കാം. ശവകുടീരങ്ങൾ സന്ദർശിക്കുന്നതും പുണ്യം തേടുന്നതും അവരുടെ വിശ്വാസത്തിന്റെ, ഷിയാക്കളെ വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കാനും ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കാനും ഒരു ഖിബലയാണുള്ളത്. പുണ്യം തേടി യാത്ര പോകാൻ മറ്റു 2 മസ്ജിദുകളും. എന്നാൽ ഷിയാക്കൾക്ക് ധാരാളം മഖാമുകളും മഷ്ഹദുകളും മസാറുകളും ഉണ്ട്. പുണ്യം തേടി അവർ അവിടെയെല്ലാം കറങ്ങി നടക്കുന്നു. ഇത് ഷിയാക്കളുടെ പരിപാടിയാണ് അവർ പറയുന്നത്. എന്നാൽ ഇമാം നബി തങ്ങൾ പറഞ്ഞതെന്താ? അവിടുത്തെ കിതാബിൽ ഈമാഹിൽ പറഞ്ഞതെന്താ? അവിടുത്തെ ഷർഹുൽ മുഹദ്ദിബിൽ പറഞ്ഞതെന്താ? അവിടുത്തെ അദ്കാറിൽ പറഞ്ഞതെന്താ? അവിടുത്തെ റൗമയിൽ പറഞ്ഞതെന്താ? ഇത് മുസ്ലിമീങ്ങളെ, ഇത് സ്വഹാബത്തിന്റെ, ഇത് താബീങ്ങളെ, വസായിരി അസ്ഹാബിന, മറ്റു നമ്മുടെ അനുചരന്മാരുടെ മുഴുവൻ നടപടിക്രമമാണെന്ന് പഠിപ്പിച്ച ഇമാം നവവിയുടെ ആഹ്വാനത്തിന് വിരുദ്ധമായി ഇത് ഷിയാക്കളെ ആചാരമാണ് എന്ന് പച്ചമലയാളികൾക്ക് പ്രചരിപ്പിക്കുന്ന ഈ ഏർപ്പാട് അംഗീകരിക്കാൻ പറ്റുമോ? മുഅ്മിനീങ്ങളെ, ചിന്തിക്കണം, ആലോചിക്കണം. ഇനി ഇതിലുള്ള ഓരോ കാര്യങ്ങളും മുഹ്യിദ്ദീൻമാലയും കുതുബിയത്തും അത് അഹ്ലുസുന്നയുടെ അഖീദ അനുസൃതമാണ് എന്ന് ആരെ മുമ്പിലും അരക്കിട്ടുറപ്പിക്കാനും സമർത്ഥിക്കാനുമുള്ള പ്രമാണങ്ങളുടെ പിൻബലം നമ്മുടെ മുമ്പിലുണ്ട്. അല്ലേ? ഏതെങ്കിലും കവലയിലെ കുമ്പസരിച്ചു പോകുന്ന ആൾക്കാർ വല്ലതും പറയുന്നതല്ല. നേർക്കുനേരെ വരട്ടെ, നേർക്കേ നേരെ വരട്ടെ. മുഹ്യിദ്ദീൻമാല ഷിയ കിതാബാണോ? കുതുബിയത്തിൽ എന്തെങ്കിലും വിശ്വാസമോ? പറയാൻ ധൈര്യമുള്ള ചങ്കൂറ്റമുള്ള ആൾ കേരളത്തിലില്ല. കേരളത്തിൽ പിന്നെ തമിഴ്നാട്ടിൽ അത്രയും ഉണ്ടാവില്ല. എന്നാൽ തബ്ലീഗ് ജമാഅത്തുകാരൻ എന്താ പറഞ്ഞത്? തബ്ലീഗ് ജമാഅത്തുകാരൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. അവര് പറയാണ്, ഇതിന്റെ 133-ാമത്തെ പേജിലാ പറയുന്നത്. എന്താ പറയുന്നത്? ഒരു പ്രാമാണിക നബി ചരിത്ര ഗ്രന്ഥത്തിലും കാണാത്ത കെട്ടുകഥകൾ പ്രവാചകന്റെ പേരിൽ ചുമത്തുന്ന ചില മൗലിദുകളുടെ കർത്താക്കൾ അജ്ഞാതരായതിന്റെ യുക്തിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. കുതുബിയത്ത്, മുഹ്യിദ്ദീൻമാല തുടങ്ങിയ അജ്ഞാത കൃതികൾ യഥാർത്ഥത്തിൽ ആരുടെ സൃഷ്ടികളാണ്? കേരളത്തിലെ നേർച്ചകളും ജാറങ്ങളും പ്രചരിപ്പിച്ചത് ഷിയാക്കളാണ്. നേർച്ചയ്ക്കപ്പോ കഴിഞ്ഞല്ലോ, കഴിഞ്ഞ ആഴ്ചയില്. ഇതൊക്കെ ഷിയാക്കള് പ്രചരിപ്പിച്ചാണ്. ഇനി കുറച്ചു കഴിഞ്ഞാൽ മമ്പുറത്ത് നേർച്ച കാണും, അത് ഷിയാക്കള് പ്രചരിപ്പിച്ചതാണ്. ഇനി നമ്മളെ മദ്രസകളെ പറ്റിയുള്ള കാഴ്ചപ്പാടെന്താ? കേരളത്തിൽ സമസ്തക്ക് 10,000-ഓളം മദ്രസ, അല്ലാത്തവർക്കും അല്ലറ ചില്ലറ മദ്രസകളുണ്ട്. ആ മദ്രസകളെ കുറിച്ച് ഇതിന്റെ 136 ഓരോ പേജ് മറിക്കുമ്പോഴും ഭയങ്കര രസാ. ഈ പുസ്തകം ഒരൊറ്റ രാത്രി കൊണ്ടാ ഇതിന്റെ
75% ഉള്ളവൻ വായിച്ചത്. ഓരോ വായനയിലും ഓരോ പേജിലും തബ്ലീഗിന്റെ ആശയങ്ങൾ ഇങ്ങനെ പുറത്ത് ചാടുകയാണ്. ഇതിൽ പറയാ മുജാഹിദുകളുടേതടക്കം കേരളത്തിലെ എല്ലാ വിഭാഗം നടത്തുന്ന മദ്രസകളിൽ ഷിയാ സ്വാധീനമുള്ള ചരിത്രമാണ് പഠിപ്പിക്കപ്പെടുന്നത്. മദ്രസയിലൊക്കെ ഇപ്പൊ ഷിയാക്കളുടെ പഠിപ്പിക്കുന്നത് എന്നാ. പിന്നെ പറയുന്ന എന്താ? പിന്നെ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇസ്തിഗാസയെ സംബന്ധിച്ച് ഇതിന്റെ 152, 153 പേജുകളിൽ പറയുന്നത് എന്താ? വളരെ മോശമായ രൂപത്തിൽ ഇസ്തിഗാസയെ സംബന്ധിച്ച് പറയാൻ ഖുർആനും ഹദീസും അല്ലാഹുവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കരുതെന്നും ഇബാദത്തുകൾ അവന് മാത്രമേ അർപ്പിക്കാവൂ എന്നും വളരെ സുന്ദരമായി നമ്മെ പഠിപ്പിക്കുമ്പോൾ, ഇതിന് കടകവിരുദ്ധമായ വിശ്വാസങ്ങൾ വെച്ച് പുറത്ത് ജനങ്ങളുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്യുന്ന ഇവരാണ് അഹ്ലുസുന്നത്തിന്റെ ആളുകളാണെന്ന് സ്വയം അഭിമാനിക്കുന്നത്. തൗഹീദിന്റെ യഥാർത്ഥ സത്ത അല്പപോലും വെള്ളം ചേർക്കാതെ എത്ര ലളിത സുന്ദരമായാണ് ഓരോ നമസ്കാരത്തിനും അവന്റെ അടിമകളുടെ നാവിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നതെന്ന് ചിന്തിക്കൂ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കൽ ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഔലിയാക്കളോട് സഹായം തേടാമെന്ന സങ്കീർണവും അപകടകരവുമായ വിശ്വാസമാണ് ഇവർക്കുള്ളത്. ആർക്കുള്ളത്? സുന്നിയാൾക്കുള്ളത് എന്നാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ച് എന്താ ഇവർ പറഞ്ഞത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തുപോയ സംഘടനയാണ് എന്നാണ് ഇതിൽ പറയുന്നത്. ഈ ഇരു ഗ്രൂപ്പ് എന്ന് അറിയില്ലേ? ഒന്ന് സമസ്തയും പിന്നെ കാന്തപുരത്തിന്റെ ഗ്രൂപ്പിനെ പറ്റിയാ പറയുന്നത്. ഈ ഇരു ഗ്രൂപ്പുകളും ഇൽമുൽ ഗൈബിന്റെ വിശ്വാസത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് സ്വീകരിച്ചവരല്ല. അഹ്ലുസുന്നയുടെ വിശ്വാസം മേൽ പറഞ്ഞ രണ്ടുമല്ലാത്ത മറ്റൊന്നാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞിട്ട് സമസ്തയെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് പുറത്താക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പുസ്തകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ 165 പേജിലും അല്ലാത്ത പേജിലും ഇരുവിഭാഗം സമസ്തകളും ഈ വിശ്വാസങ്ങൾ കാരണമായി ഈ വിശ്വാസമുള്ള സമസ്തയും ബറേൽവികളും ഉൾപ്പെട്ട സംഘം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പുറത്തായിരിക്കുന്നു എന്ന് ഈ പുസ്തകത്തിന്റെ 165 പേജിൽ സമസ്തയെ പറ്റി പറയാം. സുന്നത്തി ജമാഅത്തിന്റെ പുറത്താണ് സമസ്തക്കാര്. ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ കേരളത്തിൽ ഇസ്ലാം കടന്നു വന്നത് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഇസ്ലാം കേരളത്തിൽ കടന്നു വന്നത് നബിയുടെ കാലത്താണ്. അന്ന് കിട്ടിയ വിശ്വാസങ്ങളാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് നമ്മൾ പറയുമ്പോൾ തബ്ലീഗ് ജമാഅത്തിന്റെ ആൾക്കാരെന്താ പറയുന്നത് അറിയോ? ഈ പുസ്തകത്തിൽ ഒരു ചോദ്യം, ഇതിന്റെ 314 പേജിൽ ഒരു ചോദ്യം. എന്താ ചോദ്യം? ബിദ്അത്തിന്റെ ആൾക്കാരായ സമസ്തക്കാര് പറയുന്നുണ്ടല്ലോ നബിന്റെ കാലത്താണ് ഇസ്ലാം കേരളത്തിലെത്തിയത് എന്ന്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാ ചോദ്യം. കേരളത്തിൽ സ്വഹാബാക്കളുടെ കാലത്ത് തന്നെ ദീനെത്തിയതാണ്, അന്ന് മുതലുള്ള നടപടിക്രമങ്ങളാണ് നാം അനുഷ്ഠിച്ചു വരുന്നത് എന്ന് ബിദ്അത്ത് നടത്തുന്നവർ പറയുന്നുണ്ടല്ലോ. ഇതിപ്പോ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇതിനെപ്പറ്റി ഇയാൾ പറയാ സ്വഹാബത്തിന്റെ കാലത്ത് തന്നെയല്ലേ ഷിയാക്കളും വന്നത്, സ്വഹാബത്തിന്റെ കാലത്ത് തന്നെയല്ലേ ഷിയാക്കളും ഉടലെടുത്തത്, അതിന്റെ വക്താക്കൾ എല്ലാ പ്രദേശത്തേക്കും ചേക്കേറി അവരുടെ ആചാരങ്ങളിൽ ആ പ്രദേശങ്ങളിലേക്കെല്ലാം കയറ്റി അയക്കപ്പെട്ടു എന്നാ പറഞ്ഞത്. എന്നിട്ട് അതിന് ഒരു ഉദാഹരണം പറയാട്ടോ. നമ്മുടെയൊക്കെ പല മിമ്പറുകളിലും മരത്തിന്റെ വാള് അങ്ങനെ വന്നതാകാനാണ് സാധ്യത. ഷിയാക്കൾ കയറ്റി അയച്ചതാത്ര മരത്തിന്റെ വാളെ. പിന്നെ ഇബ്നു അബ്ദുൽ വഹാബിനെ സംബന്ധിച്ച് ഇവരുടെ കാഴ്ചപ്പാടെന്താ? ഇബ്നു അബ്ദുൽ വഹാബാണല്ലോ ഈ കുഴപ്പങ്ങളൊക്കെ ഈ ലോകത്തുണ്ടാക്കിയത്. അയാളെപ്പറ്റി എന്താണ് ഇവരുടെ കാഴ്ചപ്പാട്? തബ്ലീഗ് ജമാഅത്തിന്റെ വീക്ഷണം എന്താണ്? ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചുള്ള തബ്ലീഗ് ജമാഅത്തിന്റെ വീക്ഷണം എന്താണ്? ഇതേ പുസ്തകത്തിന്റെ 262 പേജിൽ വളരെ വ്യക്തമായിട്ട് തന്നെ അക്കാര്യം എഴുതി വെച്ചു. എന്താ പറയുന്നത്? ഇബ്നു അബ്ദുൽ വഹാബിന്റെ സമുദ്ധാരണ പ്രവർത്തനങ്ങൾ, ശിർക്ക് ബിദ്അത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ മസ്ലക്ക്, തൗഹീദിന്റെയും തിരുസുന്നത്തിന്റെയും പാതയിലൂടെ എല്ലാ കുപ്രചരണങ്ങളും മറികടന്ന് 3 നൂറ്റാണ്ടായി ഇരു ഹറമുകളെ അടക്കം സേവന മേഖലകളാക്കാൻ ഭാഗ്യം ലഭിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നാ പറഞ്ഞത്. ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി ഇബ്നു അബ്ദുൽ വഹാബിനെ പറ്റിയായി പറഞ്ഞത്.
പിന്നെ ഇതില് മൗലിദിനെ പറ്റി എന്താ പറയുന്നത് നോക്കാം. മൗലിദിനെ പറ്റിയും മൗലിദ് ആഘോഷത്തിനെ പറ്റിയും ഈ പുസ്തകത്തിന്റെ 244-ാമത്തെ പേജിൽ പറഞ്ഞത് എന്താണ്? അനുവദനീയമല്ല എന്നതിന്റെ തെളിവായി ഇത്രയും മതി. അതായത് ഖൈറുൽ ഖുറൂനിൽ ആരും അത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അനുവദനീയമല്ല എന്നാണ്. താജു സലാത്തിനെ കുറിച്ച് ഇവരുടെ ഒരു ചോദ്യമുണ്ട്. താജു സലാത്ത് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ദാഫിഉൽ ബലാ, വിപത്തുകൾ തടുക്കുന്ന റസൂൽ എന്ന പ്രയോഗം നടത്തിയതിന്റെ പേരിൽ താജു സലാത്ത് എന്ന സലാത്ത് ഇസ്ലാമിക വിരുദ്ധമായ സലാത്താണ് എന്നാണ് അതിൽ പറഞ്ഞത്. എന്നാൽ ഈ എന്റെ ശബ്ദം ശ്രവിക്കുന്ന തബ്ലീഗ് ജമാഅത്തിന്റെ വല്ല പ്രവർത്തകരുമുണ്ടെങ്കിൽ ഞാൻ അവരെ ചിന്തിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം പറയട്ടെ. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ലോകപ്രസിദ്ധമായ കിതാബുണ്ട്, കിതാബുർ റിസാല. ആ കിതാബുർ റിസാലയുടെ ആമുഖത്തിൽ അള്ളാഹുവിന്റെ റസൂലിന് സലാത്ത് ചൊല്ലുന്ന കൂട്ടത്തിൽ നബിയുടെ മേൽ നീ സലാത്ത് വർഷിപ്പിക്കണേ, സലാം വർഷിപ്പിക്കണേ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യമുണ്ട്. ആ പറഞ്ഞതിന്റെ ആശയം എന്താണ്? വമാ മിൻ നിഅമത്തിൻ ഹസലത് ലനാ ഫിദ്ദുനിയാ വൽ ആഖിറ വനിഖ്മത്തിൻ ദുഫിഅത് അന്നാ ഫീഹിമാ ഔ ഫീ അഹദിഹിമാ ഇല്ലാ വമുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സബബുഹാ. എന്താ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ആ പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ ദുനിയാവിലോ ആഖിറത്തിലോ എന്തെങ്കിലും ഒരു നിഅമത്ത് എനിക്ക് ലഭിച്ചാൽ അതിന്റെ കാരണക്കാരൻ, ദുനിയാവിലോ ആഖിറത്തിലോ എന്തെങ്കിലും ഒരു വിപത്തിൽ നിന്ന് എനിക്ക് രക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ മുഹമ്മദ് നബിയാകുന്നു എന്ന് ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ആശയം തന്നെയല്ലേ താജു സ്വലാത്തിലുള്ളത്? ആ താജു സ്വലാത്ത് ചൊല്ലി ഇവൻ നരകത്തിലാണെങ്കിൽ ഷാഫി ഇമാമിനെ നിങ്ങൾ നരകത്തിന്റെ എത്ര നമ്പർ സീറ്റിലാ നിങ്ങൾ ഇരുത്തുക? ഞങ്ങളെ ചോദ്യമാണത്. ഷാഫി ഇമാമ് നരകത്തിലിരിക്കട്ടെ, അഹ്മദ് ഇമാമ് നരകത്തിലിരിക്കട്ടെ, മുൻഗാമികളെല്ലാവരും നരകത്തിലിരിക്കട്ടെ, പിന്നെ കുറച്ച് മൗദൂദിയാളി നമ്മൾ അബ്ദുറഹ്മാൻ സലഫിയും അബ്ദുസലാം സുല്ലമിയും അതുപോലെ ഉസൈം അടവൂരും ഫൈസൽ മൗലവിയും നമ്മൾ അബുൽ ഖൈർ മൗലവിയും ഇവലൊക്കെ പാടെ സ്വർഗത്ത് പോയിട്ട് ആ ഊർലിങ്ങളായിട്ടൊക്കെ പാടെ കളിച്ചിട്ടേന്നോ? എന്ത് സ്വർഗാണിത്? ഈ ഹൂർലിങ്ങളായിട്ട് കളിച്ചാൽ ഞങ്ങൾ മതി, നിങ്ങളൊക്കെ നരകത്ത് പോയി ഇരിക്കുന്നതാണോ ഈ പറയുന്നത്? ഇങ്ങനെ എന്റെ സഹോദരങ്ങളെ ഈ പുസ്തകത്തിന്റെ 1 മുതൽ കൊടുവിലെ പേജ് വരേക്കുമുള്ള വാദങ്ങൾ നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ ഇപ്പൊ മുഅ്ജിസത്തിനെ പറ്റി എന്താ? മുഅ്ജിസത്തുകളെ പറ്റി നബിമാരുടെ മുഅ്ജിസത്ത് അവരുടെ അഭിലാഷമനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാനാകും എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ. നബിമാർക്ക് അവരുടെ മുഅ്ജിസത്ത് അവരുടെ അഭിലാഷമനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനാവുമെന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ. തബ്ലീഗ് ജമാഅത്തിന്റെ അഖീദ എന്താണ്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയാണോ തബ്ലീഗ് ജമാഅത്തിന്റെ അഖീദ? ഈ പുസ്തകത്തിന്റെ 159-ാമത്തെ പേജിൽ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഇതിൽ പറയാണ്, മുഅ്ജിസത്ത്, കറാമത്ത് മുതലായവ സ്വന്തം ഇച്ഛപ്രകാരം കാണിക്കാനോ മറഞ്ഞ കാര്യങ്ങൾ ഇച്ഛാനുസരണം അറിയാനോ ഉള്ള കഴിവ് അല്ലാഹു ഒരു നബിയിലും വലിയിലും നൽകിയിട്ടില്ല. മനസ്സിലായോ? മുഅ്ജിസത്തൊന്നും കൊടുക്കുന്നതല്ല എന്നാ അപലവാദം. മുഅ്ജിസത്തൊന്നും കൊടുക്കുന്നതല്ല. ഈ ട്യൂബ് ലൈറ്റിന്റെ മാതിരിയാ. ഈ ട്യൂബ് ലൈറ്റ് ഇപ്പൊ കത്തുന്നത് ഞാൻ കടത്തി തരണോ? ട്യൂബ് ലൈറ്റിനോട് ഞാൻ പറയാ, നീ കത്തുന്നത് ഞാൻ കടത്തി തരണോ? ട്യൂബ് ലൈറ്റ് ഒന്നും മുണ്ടൂല. കെട്ട നിന്നെ ഞാൻ കത്തിച്ചേരണോ? അപ്പോഴും ട്യൂബ് ലൈറ്റ് ഒന്നും മുണ്ടൂല. കാരണം അയാൾക്ക് ഒരു സ്വാധീനമില്ല. ഞാനിവിടെ സ്വിച്ച് ഓൺ ആക്കുന്നു, അവിടെ കത്തുന്നു, ഓഫാകുന്നു, കത്തുന്നു, അയാൾക്കൊന്നുമില്ല. അതേമാതിരിയാ മുഅ്ജിസത്ത്. മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമും ദാവൂദ് നബി എന്താ പറഞ്ഞത്? വഊതീനാ മിൻ കുല്ലി ഷൈഇൻ എന്നാ പറഞ്ഞത്. വഊതീനാ മിൻ കുല്ലി ഷൈഇ, ഞങ്ങൾക്ക് മുഅ്ജിസത്ത് നൽകപ്പെട്ടു എന്നാ പറഞ്ഞത്. എന്താ മുഅ്ജിസത്ത് കൊടുത്താ കുഴപ്പം? മുഅ്ജിസത്തുകൾ കൊടുക്കാനുള്ളതല്ല, മുഅ്ജിസത്തുകൾ നടപ്പിലാവാനുള്ളതാണ് എന്ന ഈ വാദം, വഹാബിസത്തിന്റെ വാദം അക്ഷരം പ്രതി ഇതിലിതാ പേജുകളോളാ വിശദീകരിച്ചത് ഇൽമുൽ ഗൈബ് എന്നുള്ള അധ്യായത്തിൽ. ഇതൊന്നും ഇവിടെ സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് നടക്കേണ്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. നിങ്ങൾ ചോദ്യം ചോദിക്കാൻ പറ്റുന്ന? അത് ശരി, ഇൻഷാ അല്ലാഹ്.
ബഹുമാന്യനായ മുസ്തഫ സറഫി ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. സംസാരം കുറച്ച് നീണ്ടുപോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അദ്ദേഹം നിങ്ങൾ അവിടെ ഇരുന്ന ആളല്ലേ? സംശയം ചോദിക്കാനുള്ള ഉദ്യമവുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ വിശദീകരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുകയാണെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഇനി ബാക്കി കാര്യങ്ങൾ പറയേണ്ടി വരും. പക്ഷെ നമ്മുടെ സമയക്കുറവ് കാരണത്താൽ നിർത്തുകയാണ്. പിന്നീട് അവസരോചിതം നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തു നിർത്തുന്നു. വആഖിറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.